ॐ भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवागुंसस्तनूभिः व्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु। ओम शांति शांति शांतिः। अथाश्वलायनः भगवन्तं परमेष्टिनमुपसमेत्य उवाच अधीहि भगवन् ब्रह्मविद्यां वरिष्ठां सदा सद्भिः सेव्यमानां निगूढां यया चिरात् सर्वपापं व्यपोह्य परात्परं पुरुषं याति विद्वान्। तस्मै सहोवाच पितामहश्च श्रद्धा भक्तिध्यानयोगादवैः न कर्मणा न प्रजया धनेन त्यागेनैकेयमृतत्वमानशुः परेण नाकं निहितं गुहायां विभ्राजते यद्यतयो विशन्ति वेदान्तविज्ञानसुनिश्चितार्थाः सन्न्यासयोगादयः शुद्धसत्त्वाः ते ब्रह्मलोके तु परान्तकाले परामृतात् परिमुच्यन्ति सर्वे। विविक्तदेशे च सुखासनस्थः शुचिः समग्रीव शिरः शरीरः अत्याश्रमस्थः सकलेन्द्रियाणि निरुध्य भक्त्या सुगुरुं प्रणम्य हृत्पुण्डरीकं विरजं विशुद्धं विचिन्त्य मध्ये विशदं विशोकम् अचिन्त्यमव्यक्तमनन्तरूपं शिवं प्रशान्तममृतं ब्रह्मयोनिं तदादिमध्यान्तविहीनमेकं विभुं चिदानन्दमरूपमद्भुतम् उमासहायं परमेश्वरं प्रभुं त्रिलोचनं नीलकण्ठं प्रशान्तं ध्यात्वा मुनिर्गच्छति भूतयोनिं സമസ്തസാക്ഷിം തമസഃ പരസ്താത്. നമ്മൾ കണ്ടത് അശ്വലായനൻ പരമേഷ്ടിയായിട്ടുള്ള ബ്രഹ്മാവിനെ കണ്ടിട്ട് ബ്രഹ്മവിദ്യയെ ഉപദേശിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഇപ്രകാരം അശ്വലായന മഹർഷിയാൽ ആവശ്യപ്പെട്ട ബ്രഹ്മദേവൻ മഹർഷിയോടായിട്ട് പറഞ്ഞു. തസ്മൈ സഹോവാച പിതാമഹശ്ച, പിതാമഹൻ ആയിട്ടുള്ള ബ്രഹ്മദേവൻ തസ്മൈ അശ്വലായന മഹർഷിയോടായിട്ട് പറഞ്ഞു. ശ്രദ്ധാ ഭക്തി ധ്യാന യോഗാദവൈഹി, ശ്രദ്ധ ഭക്തി ധ്യാന യോഗാത്, ശ്രദ്ധ കൊണ്ടും ഭക്തി കൊണ്ടും ധ്യാനം കൊണ്ടും യോഗം കൊണ്ടും അവൈഹി അവൈഹി അറിയുന്നു എന്ന്. ഇപ്പൊ ശ്രദ്ധാഭക്തി ധ്യാന യോഗാദവൈഹി എന്ന് പറയുന്ന ഈ പ്രയോഗം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വിവേക ചൂടാമണിയിലെ 48-ാമത്തെ ശ്ലോകത്തിലെ ഈ മന്ത്രം കൂട്ടി ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. 48-ാമത്തെ ശ്ലോകം വിവേക ചൂടാമണി. ശ്രദ്ധാഭക്തി ധ്യാന യോഗാൻ മുമുക്ഷോർ മുക്തേർഹേതുർവക്തി സാക്ഷാത് ശ്രുതേർഗീഹി യോവാ ഏതേഷു ഏവ തിഷ്ടത്യമുഷ്യ മോക്ഷോ അവിദ്യാകൽപിതാത് ദേഹബന്ധാത് എന്ന്. അപ്പൊ അവിടെ ആ മന്ത്രത്തെ ഇപ്രകാരമാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ശ്രദ്ധാഭക്തി ധ്യാന യോഗാൻ മുമുക്ഷോഹോ, മുമുക്ഷുക്കൾക്ക് ശ്രദ്ധാഭക്തി ധ്യാന യോഗാൻ, ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങൾ മുക്തേർ ഹേതുഹു, മുക്തിക്ക് ഹേതുവാണ് എന്ന് വക്തി പറയുന്നു. സാക്ഷാത് ശ്രുതേഹേ ഗീഹി, സാക്ഷാത് ശ്രുതിയുടെ വാക്കുകൾ. യോവാ ഏതേഷു ഏവ തിഷ്ഠതി, യഹ യാതൊരുവനാണോ ഏതേഷു ഏവ, ഏതേഷു ഇവകളിൽ തിഷ്ഠതി നിൽക്കുന്നത്, അതായത് ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളിൽ നിൽക്കുന്നത്, അമുഷ്യ മോക്ഷ അവിദ്യാകൽപിതാത് ദേഹബന്ധാത് മോക്ഷഃ ഭവതി, അവിദ്യാകൽപിതാത് അവിദ്യയാൽ ഉണ്ടാക്കപ്പെട്ടതായ ദേഹബന്ധാത്, ദേഹബന്ധത്തിൽ നിന്ന് മോക്ഷഃ ഭവതി, മോക്ഷം ഉണ്ടാകുന്നു എന്ന്. അമുഷ്യ ഇവന്.
അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ പ്രധാനപ്പെട്ട വാക്കുകള് ശ്രദ്ധ, ഭക്തി, ധ്യാന, യോഗം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വിവേക ചൂടാമണിയിൽ തന്നെ ഈ ഓരോ വാക്കുകൾക്കും കൊടുത്തിരിക്കുന്ന അർത്ഥവും കൂടിയുണ്ട്. അതായത് ശ്രദ്ധയ്ക്ക് എന്താണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്, ഭക്തിക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത്, ധ്യാനത്തിന് എന്താണ്, യോഗത്തിന് എന്താണ്. അപ്പൊ ആദ്യം നമുക്ക് ശ്രദ്ധയെക്കുറിച്ച് നോക്കാം. ശ്രദ്ധ 26-ാമത്തെ വിവേക ചൂടാമണിയിലെ 26-ാമത്തെ ശ്ലോകത്തില് ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ കഥിതാ സദ്ഭിഃ യയാ വസ്തുപലഭ്യത്തെ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ, ഗുരുവാക്യത്തിലും ശാസ്ത്രത്തിലും സത്യബുദ്ധ്യാവധാരണ, അവധാരണ, ധാരണ അതിനെ ധരിക്കൽ, സത്യബുദ്ധ്യ, സത്യബുദ്ധിയോടുകൂടി ഗുരുവാക്യത്തെയും ശാസ്ത്രത്തെയും ധരിക്കൽ. ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം. അതുകൊണ്ട് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ എന്ന് പറയുന്നത് ഗുരുവാക്യമായ ശാസ്ത്രത്തിന്റെ എന്നെടുക്കാം, അല്ലെങ്കിൽ ശാസ്ത്രമായിട്ടുള്ള ഗുരുവാക്യത്തിന്റെ, രണ്ടായാലും ഒന്ന് തന്നെയാണ്. ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ, ആ സത്യബുദ്ധിയോട് കൂടിയിട്ട് ധരിക്കൽ. അതായത് അവിടെ യാതൊരു വിധത്തിലും ഇതിനകത്ത് ഈ വിഷയത്തിന്മേൽ സംശയം ഉണ്ടാകുന്നില്ല, മോക്ഷത്തിന്മേൽ സംശയം ഉണ്ടാകുന്നില്ല, മോക്ഷം സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവത്തില്ല, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സാ ശ്രദ്ധ കഥിതാ സദ്ഭിഃ, സാ അതിനെയാണ് ശ്രദ്ധ, ശ്രദ്ധ സ്ത്രീലിംഗമായതുകൊണ്ടാണ് സാ എന്ന് പറഞ്ഞിരിക്കുന്നത്. സാ ശ്രദ്ധ, അതിനെ ശ്രദ്ധ എന്ന് കഥിത പറയുന്നു. ആരാൽ? സദ്ഭിഃ സത്തുക്കളാൽ. യയാ വസ്തുപലഭ്യത്തെ, യയാ യാതൊന്നിനാലാണോ, യാതൊരു ശ്രദ്ധയാലാണോ, അതാണ് യയാ യാതൊന്നിനാലാണോ. വസ്തു ഉപലഭ്യത്തെ, വസ്തു ബ്രഹ്മവസ്തുവാണ്. വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് വസ്തു ദ്രവ്യം എന്നുള്ള അർത്ഥത്തിലല്ല, ബ്രഹ്മ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. വസ്തുപലഭ്യത, ബ്രഹ്മത്തെ അഥവാ ആത്മാവിനെ യാതൊന്നിനാലാണോ ലഭിക്കുന്നത് അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ശ്രദ്ധ. ശ്രദ്ധാഭക്തി ധ്യാനം എന്നുള്ള ഉണ്ടല്ലോ. അപ്പൊ അടുത്തത് രണ്ടാമത്തത് ഭക്തി എന്താണ് എന്ന് വിവേക ചൂടാമണിയിലെ 32-ാമത്തെയും 33-ാമത്തെയും ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ 32-ാമത്തെ ശ്ലോകമാണ് അത്. 33-ാമത്തെ ശ്ലോകം ഒരു അഡീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. 32-ാമത്തെ ശ്ലോകം ഇതാണ്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ എന്ന്. സ്വസ്വരൂപം, സ്വരൂപം, സ്വസ്വരൂപം. സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുന്ന സ്വരൂപത്തെ, സ്വരൂപം എന്ന് പറയുമ്പോൾ സ്വരൂപം ഇപ്പം എന്താ അർത്ഥം പറയുക? സ്വരൂപം സ്വസ്വരൂപം എന്ന് പറഞ്ഞാൽ അവനവന്റെ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുക, പിന്തുടരുക. അതായത് ആത്മാനുസന്ധാനം എന്നർത്ഥം. ആ ആത്മാനുസന്ധാനം എന്ന അർത്ഥത്തോടു കൂടിയിട്ട്, അർത്ഥമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഒരു വരിയും കൂടെ 33-ാമത്തെ ശ്ലോകമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടാമത് എഴുതി ചേർത്തതാണെന്നേ നമുക്ക് വിചാരിക്കേണ്ടതുള്ളൂ. സ്വാത്മതത്വാനുസന്ധാനം, ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഭക്തി എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ രണ്ടു തരം ഭക്തിയാണ്. ഒന്ന് നമുക്ക് അന്യമായിട്ട് ദേവനെ കണ്ടുകൊണ്ടുള്ള ആരാധിക്കൽ. രണ്ട് ആത്മാനുസന്ധാനം ചെയ്യൽ. ആത്മാനുസന്ധാനം, ഈ ആത്മാ എന്ന് പറയുന്നത് അന്യമായിട്ടുള്ളതല്ല, അനന്യമാകയാല് അനന്യമായ ആത്മാവിനെ അനുസന്ധാനം ചെയ്യൽ. അപ്പൊ അവനവനോടുള്ള പ്രീതിയാണ് ഭക്തി എന്നെടുക്കരുത്, പകരം അനുസന്ധാനമാണ് ഭക്തി. അപ്പം നമ്മൾ ഈ അവനവനോടുള്ള പ്രീതിയൊക്കെ അവനവന്റെ ശരീരത്തോടുള്ള പ്രീതിയാവാം, അവനവന്റെ വാക് സാമർഥ്യത്തോടുള്ള പ്രീതിയാവാം, അവനവൻ മറ്റുള്ളവരെ പറ്റിക്കുന്നതിനകത്തുള്ള സാമർഥ്യം ഓർത്തു സന്തോഷിക്കലാവാം. ഇങ്ങനെ പലതരത്തിലാണ് ഇതിനകത്ത്. മറ്റുള്ളവർ മനസ്സിലാക്കത്തില്ല എന്നുള്ള വിചാരത്തിൽ നമ്മൾ കടന്നു പോവുകയും ചെയ്യും. പക്ഷെ അവർ മനസ്സിലാക്കും, പക്ഷെ അവർ മൈൻഡ് ചെയ്യത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉണ്ട്, പലതുകൊണ്ട് ഈ ലോകത്തിൽ പല പല കാര്യങ്ങൾ നടക്കും. ഇതിനകത്ത് ഇത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വദേഹത്തോടുള്ള താല്പര്യം എന്നോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സിനോടും ബുദ്ധികളോടുമുള്ള താല്പര്യം എന്നുള്ള അർത്ഥത്തിലല്ല, പകരം ഇവിടെ അല്ലെങ്കിൽ അവയെ നന്നാക്കാനുള്ള ശ്രമം എന്നുള്ളതും അല്ല. അവിടെ ആത്മതത്വാനുസന്ധാനം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ യോഗത്തിലൂടെ, ധ്യാനത്തിലൂടെ ആത്മാവിനെ ഇവിടെ ശരീരേന്ദ്രിയ മനസ്സുകളിൽ നിന്നും മാറ്റി ഈ സ്വരൂപത്തെ നന്നായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് ഇവിടുത്തെ ഭക്തി എന്ന് പറയുന്നത്. ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണിത്.
നമുക്ക് ഈ ബാഹ്യരൂപാസക്തനാകാം. അപ്പൊ അതിനാണ് രൂപാസക്തി എന്ന് പറയുന്നത്. അപ്പൊ നാമാസക്തി എന്ന് പറയുന്നത് ഭക്തിയുടെ പലവിധ ഭക്തികളിൽ ഒന്നാണ് ഈ നാമാസക്തി. അപ്പൊ നാമത്തിന്മേൽ ആസക്തി. ഈ നാമാസക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്യനാമ അരോചകത്വം ഉണ്ടാവും നാമാസക്തിയിൽ. അപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പൊ രാമ ശബ്ദത്തിലാണ് ആസക്തി ഉള്ളത് എങ്കിൽ രാമ ജപിക്കുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ കടന്നു വരുമ്പോൾ അതിനകത്ത് ഈ ജപഭംഗം വരും. ഇങ്ങനെ വരുമ്പോഴാണ് നാമേഷു അന്യനാമങ്ങളിലെ അവിടെ ഒരു വിരോധഭാവം ഉണ്ടാവും. എന്നിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടനാമത്തില് ഇഷ്ടദേവനാമത്തില് ആസക്തി ഉണ്ടാവും. അങ്ങനെയുള്ള നാമാസക്തിയുണ്ട്. അതാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് ഇഷ്ടദേവ രൂപാസക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാനെ കാണാനുള്ള ശ്രമം ഒന്ന്. രണ്ടാമത് ആ രൂപത്തെ പ്രകടമാക്കിയിരിക്കുന്ന ശ്ലോകങ്ങൾക്ക് താല്പര്യം, ആ രൂപം പ്രകടമാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങള്, ചിത്രങ്ങള്, അവയിലൊക്കെ താല്പര്യം. അങ്ങനെ താല്പര്യം കാണുമ്പോഴാണ് ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ക്ഷേത്രത്തിലെ ദേവിയെ മാത്രം ആരാധിക്കുന്നവരായിട്ട് ഈ തരത്തിൽ അങ്ങനെ പോകും. അപ്പൊ അതിനെയാണ് രൂപാസക്തി എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ രൂപം വിശിഷ്ടമാണ്, മറ്റു രൂപങ്ങള് അവർക്ക് അരോചകവുമായിട്ടും ഭവിക്കും എന്ന്. അപ്പൊ അതിനകത്ത് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗണപതി എന്ന് പറയുന്നത് ഒരു പരബ്രഹ്മ സ്വരൂപമായിട്ട് തന്നെ ഗണപതി ഉപാസിക്കുന്നു. പക്ഷെ ഗണപതി മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ എന്നുള്ളത്. മറ്റൊരു രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അവർക്ക് ആ രൂപത്തെ ഗണപതിയുമായിട്ട് സംബന്ധിപ്പിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ പോകും. അങ്ങനെയുള്ള രൂപാസക്തി എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള രൂപാസക്തിയും നാമാസക്തിയുമല്ല ഇവിടുത്തെ ഭക്തി. അതാണ് നമ്മൾ ആ പ്രത്യേകത തിരിച്ചറിയേണ്ടത്. കാരണം ഇതിനകത്ത് ഇത് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുന്ന വിഷയമാണ് വേദാന്തം. അതുകൊണ്ട് നേരിട്ട് കുറച്ച് ഉപാസന പറഞ്ഞു തന്നു, എന്നിട്ട് ഉപാസനയ്ക്ക് അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നേടിക്കോ അവനവൻ ചെയ്തോ എന്ന് പറഞ്ഞു വിടുന്നതല്ല. പകരം എല്ലാം മനസ്സിലാക്കി പോകലാണ്. അതാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ പറയേണ്ടി വരുന്നത്. സാധാരണഗതിയിൽ ഇപ്പം ഒരു സാധാരണ ഭക്തനാവാൻ ഇതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു വിശ്വാസിയാവാനും ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജിജ്ഞാസയുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ഇതിൻ്റെ എല്ലാം നിർവചനങ്ങൾ പഠിച്ചു പോകും. അപ്പോൾ അതിൽപ്പെട്ടൊരു നിർവചനമാണ് ഭക്തിക്ക് ഉള്ള നിർവചനം. അപ്പോൾ ഈ ഭക്തിക്കുള്ള നിർവചനം എന്ന് പറയുമ്പോൾ ഭക്തി രണ്ടു വിധമുണ്ട്. അതിന് ആ ഭക്തിയിൽ ഒരു വിഭാഗത്തിനെ പരാഭക്തി എന്ന് പറയുന്നു, രണ്ടാമത്തേത് അപരാഭക്തി എന്ന് പറയും. അതിൽ അപരാഭക്തി എന്ന് പറയുന്നത് അപരമായിട്ടുള്ളതിനോട് ഭക്തിയാണ് അപരാഭക്തി, പരമായിട്ടുള്ളതിനോട് ഭക്തിയാണ് പരാഭക്തി. പരമായിട്ടുള്ളത് ഒന്ന് മാത്രമാണ് പരബ്രഹ്മം. അതുകൊണ്ടാണ് പരമായിട്ടുള്ളതിനെ പരബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ പരബ്രഹ്മത്തോടുള്ള ഭക്തിയാണ് പരാഭക്തി. പരബ്രഹ്മവും പരമാത്മാവും ഒന്ന് തന്നെയാകിയാൽ പരമാത്മാവിനോടുള്ള ഭക്തിയാണ് പരാഭക്തി. പരമാത്മാ എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് അഭിന്നമാകയാൽ സ്വസ്വരൂപം തന്നെയാണ് പരമാത്മാ. അതിനാൽ പരാഭക്തി എന്ന് പറയുന്നത് സ്വസ്വരൂപം തോടുള്ള ഭക്തിയാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വസ്വരൂപത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് അവിടെ ക്രിയാപരമായിട്ട് അവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല, ക്രിയാപരമായ സംബന്ധം അതിനില്ല. പിന്നുള്ളതെന്ന് പറയുന്നത് വിചാരപരമായിട്ടുള്ള സംബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ വിചാരപരമായ സംബന്ധത്തിനെയാണ് ഇവിടെ അനുസന്ധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനുസന്ധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ ആത്മവിചാരം എന്നർത്ഥം. ഇപ്പം നമ്മൾ ഈ ആത്മവിഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ വിചാരം ചെയ്യൽ എന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതുള്ളൂ. അപ്പം അതാണ് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത എന്ന് 32ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 33ാമത്തെ ശ്ലോകം 32ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനമായിട്ട് ആരോ എഴുതി ചേർത്തിരിക്കുന്ന ഒന്നാണ് സ്വാത്മതത്വാനുസന്ധാനം ഭക്തിരിത്യഭിധീയത എന്ന്. ഇത് ജഗുഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധയുമായി ഭക്തിയുമായി ഇനി എന്താ ധ്യാനം. ശ്രദ്ധാഭക്തി ധ്യാന യോഗാത്ത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ധ്യാനം അത് നമുക്ക് ഈ വിവേക ചൂടാമണിയിൽ തന്നെ ധ്യാനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്. സതിസക്തോ നരോയാതി സദ്ഭാവം ഹി ഏകനിഷ്ഠയാ കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പത്തെ. 361ാമത്തെ ശ്ലോകം.
സതിസക്തോ നരോ യാതി, നരഹ യാതി, നരഹ നരൻ, യാതി പോകുന്നു. സക്തഹ, സക്തഹ സന്ന, സക്തനായിക്കൊണ്ട്. എന്തിൽ സക്തനായിക്കൊണ്ട്? സതി സക്തഹ, സത്തിൽ സക്തനായിക്കൊണ്ട്. ഇവിടെ സതി എന്ന് പറഞ്ഞത് സപ്തമി പ്രയോഗമാണ്. സതിയിൽ സക്തനായിക്കൊണ്ട് നരഹ യാതി, സത്ത് എന്നുള്ളതിന്റെ സപ്തമിയാണ്. സത്ത് സദ്ബ്രഹ്മ. അപ്പം ബ്രഹ്മണി, സതി എന്ന് പറഞ്ഞാൽ സതി സമം ആത്മനി ഓർ ബ്രഹ്മണി. ബ്രഹ്മണി സക്തഃ നരഹ യാതി, അല്ലെങ്കിൽ ആത്മനി സക്തഃ നരഹ യാതി. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് സപ്തമിയിൽ പ്രയോഗിച്ചാൽ ആത്മനി സക്തഃ എന്ന് പറയുമ്പോൾ ആത്മാവിൽ സക്തനായിക്കൊണ്ട്. ഇങ്ങനെ സപ്തമി പ്രയോഗിക്കുമ്പോഴാണ് ഇതിനെ വിഷയസപ്തമി എന്ന് പറയും. അപ്പം വിഷയസപ്തമി എന്ന് പറയുന്നതും ആധാര സപ്തമി എന്ന് പറയുന്നത് രണ്ടും രണ്ടാ. അതേമാതിരി സതിസപ്തമി എന്ന് പറയുന്നത് വേറൊന്നാണ്. ഇങ്ങനെ പല സപ്തമി തന്നെ പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ എന്തെങ്കിലും നമ്മൾക്ക് സപ്തമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘടത്തിനുള്ളിൽ, ഘടേ ജലമസ്തി, ഘടത്തിൽ ജലമുണ്ട് എന്ന് പറയുന്നതല്ല. ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്ന മാതിരി സതിസക്തഹ എന്നുള്ള പ്രയോഗം. അപ്പം ബ്രഹ്മണി സക്തഹ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിലാണ് ഇവിടെ വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിഷയം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് മാറ്റർ എന്നുള്ള അർത്ഥമാണ്, അല്ലാതെ നമുക്ക് ഒബ്ജക്റ്റ് എന്നുള്ള അർത്ഥത്തിലുള്ള വിഷയം പ്രയോഗിച്ചിരിക്കുന്നത്. സബ്ജക്ട് മാറ്റർ എന്താണ് ഭഗവത്ഗീതയുടെ വിഷയം എന്ന് ചോദിക്കുമല്ലോ, അതേമാതിരി. അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മസൂത്രത്തിന്റെ വിഷയം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത് വിഷയസപ്തമി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സതി ബ്രഹ്മണി, ബ്രഹ്മവിഷയത്തിൽ എന്നർത്ഥം. അതുകൊണ്ട് ആത്മനി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ പറയാം ആത്മവിഷയത്തിൽ സക്തനായിട്ടുള്ളവൻ, അതായത് ആത്മവിചാരത്തിൽ ആസക്തനായിട്ടുള്ളവൻ എന്ന്. നരഹ യാതി, അങ്ങനെയുള്ള നരൻ പോകുന്നു എവിടേക്ക്? സദ്ഭാവം ഹി ഏകനിഷ്ഠയ, ഏകനിഷ്ഠയാൽ സദ്ഭാവം യാതി, സദ്ഭാവത്തെ പ്രാപിക്കുന്നു. ഇവിടെ സദ്ഭാവം എന്ന് പറയുന്നത്, സത്ത് എന്ന് പറയുന്നത് ആത്മാവാണ്. സത്തിലാണ് ആസക്തനായിരിക്കുന്നത്. അതിനാൽ സത്തിനാസക്തനായവൻ സത്തിനെയാണ് പ്രാപിക്കുന്നത്. അതിനാണ് സത്തിനെ പ്രാപിക്കുന്നു എന്നുള്ളതിനെയാണ് സദ്ഭാവം പ്രാപ്യതി എന്ന് പറയുന്നത്. അപ്പോൾ ആരെന്തിൽ ആസക്തനാണോ അവൻ അതിനെ നേടുന്നു എന്ന്. ഇവിടെ സത്തിൽ ആസക്തനായിട്ടുള്ളവൻ സത്തിനെ നേടുന്നു. സത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന പരമാത്മാ, പരബ്രഹ്മ. അപ്പം പരമാത്മാവിനെ, പരബ്രഹ്മത്തില് ആസക്തനായവൻ ഇവിടെ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ആസക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിലുള്ള ആസക്തി പോലത്തെ ആസക്തി അല്ല ഇവിടുത്തെ ആസക്തി. ആസക്തി എന്ന് പറയുമ്പോൾ അതിലുള്ള താത്പര്യം ഭക്തി എന്നാണ് സാരം. കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ. ഇത് പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന ഒരു ഉദാഹരണമാണ്. ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. അതായത് കീടകഃ ഭ്രമരം ധ്യായൻ, അതായത് ഈ കീടം, പുഴു ഭ്രമരം ധ്യായൻ, ഇത് വണ്ടിനെ ധ്യാനിച്ച് വണ്ടായി തീരുന്നത് പോലെ എന്നൊരു ഉദാഹരണം പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. അതിനകത്ത് നമ്മൾ വേറെ അർത്ഥത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതൊരു കൽപ്പന കൊടുത്തു, ഋഷിയുടെ ആ ഒരു കൽപ്പനാവൈഭവമാണ് അത് എന്ന് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ശ്രദ്ധയുമായി, ഭക്തിയുമായി, ധ്യാനവുമായി. ഇനി അടുത്തത് എന്താണ്? യോഗം. യോഗത്തിനുള്ള അർത്ഥം, യോഗസ്യ പ്രഥമം ദ്വാരം വാങ്നിരോധോ പരിഗ്രഹഃ നിരാശാച നിരീഹാച നിത്യമേകാന്തശീലത. വിവേക ചൂടാമണി തന്നെ 370 ശ്ലോകം. യോഗസ്യ പ്രഥമം ദ്വാരം. അപ്പൊ നമുക്കറിയാം യോഗം എന്ന് പറയുമ്പോൾ ഈ യോഗശ്ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നതും അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ യോഗം എന്ന് പറയുമ്പോൾ ഈ ജീവാത്മ പരമാത്മ അഭേദ പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമ രൂപമാണ് ഇവിടെ. അപ്പൊ ഈ പരിശ്രമത്തിലാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ വരും. ആ പരിശ്രമം ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വാങ്നിരോധോ അപരിഗ്രഹ, ഒന്നാമത്തെ. അപ്പൊ യോഗസ്യ പ്രഥമം ദ്വാരം വഴി, യോഗത്തിനുള്ള ഒന്നാമത്തെ വഴി. ഭഗവാൻ ഭഗവത്ഗീതയിലെ ആരുരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്സൈവ ശമക്കാരണമുച്യത്തെ എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആരുരുക്ഷോർ മുനേർ യോഗം, യോഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് കർമ്മകാരണമുച്യത്തെ, കർമ്മമാണ്
അവിടെ കാരണമായി ഭവിക്കുന്നത്. കർമ്മമാണ് യോഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത്. യോഗാരൂഢസ്യ തസ്സൈവ, യോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത്. യോഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണമുച്യതേ, അവിടെ ശമമാണ് എന്ന്. അപ്പൊ ശമം എന്ന് പറയുമ്പോൾ മനോനിഗ്രഹത്തിനെയാണ് ശമം എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ വാങ് നിരോധ അപരിഗ്രഹ എന്നിങ്ങനെയുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നു. വാക്കിനെ നിരോധിക്കൽ. അപ്പം ഇവിടെ നമുക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ എല്ലാത്തിനെയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളെ നിരോധിക്കൽ എന്ന്. വാങ് നിരോധ, അതായത് സംയമനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പറയേണ്ടത് മാത്രം പറയുക തുടങ്ങിയിട്ടുള്ളതും അങ്ങനെ നമ്മൾ ഈ അധികം നമ്മൾ വേണ്ടാത്തത് കേൾക്കാൻ പോകാതിരിക്കൽ എന്ന് പറയുന്നത്, വേണ്ടാത്തത് പറയാൻ പോകാതിരിക്കൽ, പിന്നെ അതേമാതിരി വേണ്ടാത്തത് സ്വീകരിക്കുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് ഈ അപരിഗ്രഹം എന്ന് പറയുന്നത്. ഇത് ഈ അപരിഗ്രഹം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക ആചാര്യന്മാർക്കൊക്കെ ഈ പല സാധനങ്ങളും പലരും കൊണ്ടുവരും, എന്നിട്ട് അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഈ അപരിഗ്രഹം എന്ന് പറയുന്നത് പരിഗ്രഹിക്കുക, വേണ്ട എന്ന് പറയാത്തത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ പിന്നീട് ഇവർ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും, ചിലരുടെ തലയിലാണെങ്കിൽ അത് ഇരിക്കും, ഇങ്ങനെയൊക്കെ പറ്റും. ഇതാണ് ഈ അപരിഗ്രഹം എന്ന് പറയുന്നത്. അതൊരു ദോഷമാണ്. ആ ദോഷം, പരിഗ്രഹം എന്ന് പറയുന്ന ദോഷമാണ്. അതിനാൽ അപരിഗ്രഹം എന്ന് പറയുന്നത് സാധകന് ശീലിക്കേണ്ട ഒന്നാണ് എന്ന്. വാങ് നിരോധോ അപരിഗ്രഹ. പിന്നെ അതായത് പരിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കലാണ്. അപ്പം ദാനമൊക്കെ അതിൽ പെട്ടതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ദാനത്തിൽ ഈ പ്രാരബ്ധവശാൽ വന്നു ചേരുന്ന ദാനമായിട്ട് വന്നു ചേരുന്നത് ഇപ്പം ഈ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലൊക്കെ വന്നു ചേരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പലപ്പോഴാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദാനം കൊടുക്കുന്നത് ഈ ഉത്തമമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കും ആചാര്യന്മാർക്കും ഒക്കെ ദാനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്കത് തലവേദനയാവാത്ത തരത്തിൽ, അവർക്ക് പ്രീതി ഉണ്ടാക്കുന്ന തരത്തിൽ, എന്നും പ്രീതി ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ദാനമാണെങ്കിൽ മാത്രമേ പുണ്യത്തെ പ്രദാനം ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്നത് ഫലം കിട്ടത്തില്ല എന്ന് മാത്രം. കൊടുത്തല്ലോ, ഇനിയിപ്പോൾ എനിക്ക് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. പിന്നെന്ന് പറഞ്ഞാൽ ജന്മങ്ങളും പലതും അവിടെ നരകവാസത്തിന് സമമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ട തരത്തിലേക്ക് അത് മാറും. അതുകൊണ്ട് ദാനത്തിൻ്റെ കാര്യത്തിലും ഇതേമാതിരിയൊക്കെ ഉള്ളത് ശ്രദ്ധിക്കണം. അത് കൊടുക്കുമ്പോൾ അതിനെ ദാനം എന്ന് പറയുന്നു, കൊടുക്കുന്ന ദൃഷ്ടി വെച്ചുകൊണ്ട് ദാനം എന്ന് പറയുന്നു, സ്വീകരിക്കുന്ന ദൃഷ്ടിയിൽ അതിനെ പരിഗ്രഹം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവിടെ ഇപ്പം നൃഗൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നൃഗൻ എന്ന് പറയുന്ന രാജാവ് ദാനം കൊടുത്ത പശുക്കളിൽ ഒരു കൂട്ടം പശുക്കൾ മറ്റൊരു കൂട്ടം പശുക്കളിൽ പെട്ടുപോയി. അങ്ങനെ ഇപ്പോൾ ഒരു 4 പശുവിനെ ഒരാൾക്ക് ദാനം ചെയ്തു. ഈ 4 പശുക്കളിൽ ഒരു പശു ഈ അടുത്ത ആൾക്ക് ദാനം ചെയ്യാൻ വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോയി പെട്ടു. എന്നിട്ട് ഇത് രാജാവ് അറിയാണ്ട് ഈ പശുവിനെയും കൂടെ ചേർത്ത് വേറൊരാൾക്ക് ദാനം ചെയ്തു. അങ്ങനെ ഒന്നാമത്തെ ആള് ഇതെന്റെ പശുവാണ് എന്ന് രണ്ടാമത്തെ ആളോട് പറയുകയും രണ്ടാമത്തെ ആള് ഇതെനിക്ക് ദാനമായിട്ട് രാജാവ് തന്നതാണ് എന്ന് പറയുകയും ചെയ്തിട്ട് ഇവര് രണ്ടുപേരും കൂടി രാജാവിൻ്റെ അടുത്തെത്തി. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് 2 പേർക്കും ആ ഒരൊറ്റ പശുവിനെ തന്നെ വേണം. ആദ്യത്തെ ആൾ പറഞ്ഞു ദാനമായിട്ട് വന്നതാണ്, അതുകൊണ്ട് അതിന് പകരം പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇതിനകത്ത് രാജാവിന് ഒരു ശാപമാണ് അവസാനം കിട്ടിയത്, അനുഗ്രഹമല്ല കിട്ടിയത്. നൃഗൻ എന്ന് പറയുന്നതാണ് രാജാവിൻ്റെ കഥ. നൃഗന് കിട്ടിയ ശാപം എന്ന് പറയുന്നത് ഇത്രയ്ക്ക് അശ്രദ്ധമായിട്ട് ദാനം ചെയ്ത് ഞങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതവും മനസ്സിന് അസ്വസ്ഥതയും ഉണ്ടാക്കിയതിനാൽ ഓന്തായി തീരട്ടെ എന്നൊരു ശാപമാണ് കിട്ടിയത്. അതാണ് വേണ്ടാത്ത പണിയെടുക്കാൻ പോകരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അത് സൂക്ഷിച്ച് കൊടുത്താണ്. മര്യാദയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കുടുംബത്തിനും കൂടെ ദ്രോഹമായിട്ട് തരും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൃഗൻ്റെ കഥ ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീരാമഗീതയിലെ ആദ്യത്തെ ശ്ലോകങ്ങൾ പോയി പരിശോധിച്ചാൽ മതി. ശ്രീരാമഗീത അതാണ് പറഞ്ഞത്.
അപ്പോൾ ഇതൊക്കെയാണ് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ പോകും. നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഇത്രയും നല്ലതായിട്ട് പോയ മനുഷ്യൻ എന്താണ് ഇത്രയ്ക്ക് പെട്ടെന്നൊരു അടിപറ്റാൻ കാരണം. എന്നാൽ ഓരോരുത്തരും അനുഭവിക്കുന്ന അവനവൻ്റേതായിട്ടുള്ള പ്രാരബ്ധവശങ്ങളാണെന്നേ. പല പല പ്രാരബ്ധങ്ങളുടെ സംബന്ധങ്ങൾ കൊണ്ട് പലതും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് പോവുകയാണ്. ചിലത് വരുന്നു, ചിലത് പോകുന്നു, ഇനി അടുത്ത ജന്മത്തിലേക്ക് ബാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്തെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഈ ശാപം ശാപം മേടിച്ച ആളിനേക്കാളും ശ്രേഷ്ഠനാണ് ശാപം കൊടുത്ത ആളെന്നൊന്നും പറയുന്നില്ല. കാരണം അവർക്ക് ശാപം കൊടുത്ത ആൾക്കാണെന്നുണ്ടെങ്കിൽ അവരും ഇതേമാതിരി കർമ്മബന്ധത്താൽ ഈ ബന്ധിക്കപ്പെട്ടിട്ട് ഉഴലുന്ന വിഭാഗത്തിൽ തന്നെ പെട്ടവരായിട്ട് അവരും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു വിചിത്രമായിട്ടുള്ളതാണ് ലോകം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊക്കെ സൂക്ഷിച്ച് അവനവനെക്കുറിച്ചും അവനവൻ്റെ സ്ഥിതിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് ബോധവാനായിട്ട് ജീവിച്ചാൽ അത്രയും നല്ലത് എന്നർത്ഥം. അപ്പൊ നിരാശാച്ച നിരീഹാച്ച, ആശരഹിതമാണ് നിരാശ. അതേമാതിരി നിരീഹ എന്ന് പറയുമ്പോൾ ഈ മോഹം ഇല്ലായ്മ. നിരീഹാച്ച നിത്യമേകാന്തശീലത. അതേമാതിരി കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഏകാന്തത്തെ ശീലിക്കണം. അപ്പോൾ ഏകാന്തത്തെ ശീലിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിൽ തന്നെ ആയിട്ട് കുറച്ച് സമയം ഒന്ന് നിന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ മാത്രമാണ് നമുക്കൊന്ന് നമ്മളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് എൻ്റെ കുറവുകൾ, എന്തൊക്കെ വിചാരങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നല്പം ബോധ്യപ്പെടാൻ നമുക്ക് സഹായകരമാകും. അപ്പൊ ഇപ്രകാരം അത് യോഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അതാണ് യോഗസ്യ പ്രഥമം ദ്വാരം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഈ യോഗത്തോടു കൂടിയിട്ടുള്ള സമാധി വരെ എത്തിച്ചേരുന്ന ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള പോക്കുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ യോഗത്തിൽ തന്നെ പെട്ടതാണ്. അതുകൊണ്ട് ശാന്തോ ദാന്ത പരമുപരതഃ ക്ഷാന്തിയുക്ത സമാധി കുർവൻ നിത്യം കലയതി യതിഹി സ്വസ്യ സർവാത്മഭാവം തേനാവിദ്യാ തിമിരജനിതാൻ സാധു ദഗ്ധ്വാ വികൽപ്പാൻ ബ്രഹ്മാകൃത്യാ നിവസതി സുഖം നിഷ്ക്രിയോ നിർവികൽപഃ. 358 ശ്ലോകം. വിവേകചൂടാമണി തന്നെ ശാന്തനായിട്ട് ദാന്തനായിട്ട് ദമശീലിച്ചവൻ ദാന്തൻ, ശമശീലിച്ചവൻ ശാന്തൻ. ശാന്തോ ദാന്ത പരമുപരതഃ ഉപരതിയോടുകൂടിയവനും ക്ഷാന്തിയുക്ത ക്ഷാന്തി ക്ഷമയോടുകൂടിയവനായിട്ടും യുക്ത പിന്നെ സമാധി കുർവൻ സമാധിയെ നിത്യം കുർവൻ ചെയ്തുകൊണ്ട് കലയതി യതിഹി കലയതി എന്ന് പറഞ്ഞാൽ കാലം നയിക്കുന്നു. സ്വസ്യ സർവാത്മഭാവം കലയതി എന്ന് സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. തേന ആ സർവാത്മഭാവത്തിനാൽ, അതാണ് തേന അതിനാൽ സർവാത്മഭാവത്തിനാൽ അവിദ്യാതിമിരജനിതാൻ അവിദ്യയാകുന്ന തിമിരത്താൽ ജനിച്ചതായിട്ടുള്ള വികൽപ്പാൻ ദിഗ്ധ്വാ വികൽപ്പങ്ങളെ ഭസ്മമാക്കിയിട്ട് സാധു നല്ലവണ്ണം ബ്രഹ്മാകൃത്യ ബ്രഹ്മസ്വരൂപമായിട്ട്, ഇപ്പോഴാണ് ബ്രഹ്മാകൃത്യ എന്നുള്ള പ്രയോഗത്തിൽ ബ്രഹ്മമായിട്ട് എന്നർത്ഥം. ബ്രഹ്മാകൃത്യ നിവസതി സുഖമായിട്ട് വസിക്കുന്നു. എങ്ങനെ? നിഷ്ക്രിയോ നിർവികൽപഃ നിഷ്ക്രിയനും നിർവികൽപ്പനുമായിട്ട് വസിക്കുന്നു. അപ്പൊ നിഷ്ക്രിയനും നിർവികൽപ്പനും എന്നുള്ള വാക്കുകൾ മലയാളത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്ന അർത്ഥം എടുത്തുകൊണ്ട് പ്രയോഗിക്കരുത്. ഇതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട് കേട്ടോ, അവിടെ നോക്കിയിട്ട് എടുക്കാവൂ. അല്ലെങ്കിൽ ഈ നിഷ്ക്രിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലൊക്കെ അങ്ങ് വികൃതമാക്കി മാറ്റിയിരിക്കുന്ന അർത്ഥങ്ങളാണല്ലോ. അതൊന്നും അല്ല ഇവിടുത്തെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഇതിന്റെ തന്നെ ഒരു തുടർച്ചയായിട്ടാണ് 372 ശ്ലോകം കൂടെ നമുക്ക് കാണാം. വാചം നിയച്ഛാത്മനി തം നിയച്ഛ ബുദ്ധൗ ദിയം യച്ഛ ബുദ്ധിസാക്ഷിണി തം ചാപി പൂർണ്ണാത്മനി നിർവികൽപ്പേ വിലാപ്യ ശാന്തിം പരമാം ഭജസ്വ. അതായത് യോഗത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ യോഗം എന്ന് പറയുന്നത് സമാധി വരെ എത്തിയെങ്കിൽ മാത്രമേ യോഗം എന്നുള്ള വാക്കിന് പൂർണ്ണത എത്തത്തുള്ളൂ. അപ്പം ആ സമാധിയിലെ സവികൽപ്പ സമാധിയിൽ നിന്ന് നിർവികൽപ്പ സമാധിയും കഴിഞ്ഞിട്ട് സമാധി സ്വരൂപമായിട്ട് മാറൽ എന്ന് പറയുന്നതാണ് അടുത്തത്. അപ്പൊ വാചം നിയച്ച ആത്മനി വാചം നിയച്ച. അപ്പം തന്നിൽ തന്നെ വാക്കുകളെ നിയച്ച സംയമിച്ചിട്ട് എന്ന്, അതായത് നമുക്ക് ഇവിടെ പിൻവലിക്കൽ എന്നർത്ഥം. അപ്പൊ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കൽ, വാഗീന്ദ്രിയത്തെ ശബ്ദത്തിൽ നിന്നും പിൻവലിച്ചിട്ട് തം നിയച്ച ബുദ്ധൗ അതിനെ ബുദ്ധിയിലേക്ക് പിൻവലിക്കുന്നു.
എന്നിട്ട് അപ്പൊ ആത്മനി എന്ന് പറയുന്നത് മനസ്സാണ് അവിടുത്തെ ആത്മനി. ഇപ്പൊ മനസ്സിലേക്ക് വാഗാതീന്ദ്രിയങ്ങളെയും ചക്ഷുരാതീന്ദ്രിയങ്ങളെയും അതിനെല്ലാം കൂടി ഇതിനകത്ത് വാചം എന്നുള്ള പ്രയോഗത്തിൽ വന്നു. അപ്പം വാചം നിയച്ചാത്മനി, ആത്മനി എന്നുള്ളതിനവിടെ നമ്മൾ മനസ്സിൽ എന്നർത്ഥം കൊടുക്കണം. മനസ്സിലേക്ക് പിൻവലിച്ച് തം നിയച്ച ബുദ്ധവും, അതിനെ ബുദ്ധിയിലേക്ക് പിൻവലിച്ച് ധിയം യച്ച ബുദ്ധിസാക്ഷിണി, ആ ബുദ്ധിയെ ബുദ്ധിസാക്ഷിയിലേക്ക്. അപ്പൊ സാക്ഷി നമ്മളിപ്പോൾ ഓർക്കണം, ഇവിടെ നമ്മൾ ഈ ദൃഗ്ദൃശ്യ വിവേകത്തിന്റെ ആദ്യത്തെ മന്ത്രം ശ്ലോകം ഓർക്കണം. തം ചാപി പൂർണ്ണാത്മനി നിർവികൽപ്പേ. അതുകൊണ്ട് ഈ സാക്ഷിയെ തം, അതാണ് സാക്ഷിയെ, തം എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷിയെ പൂർണ്ണാത്മനി നിർവികൽപ്പേ, പൂർണ്ണമായ നിർവികൽപ്പമായ ആത്മാവിൽ വിലാപ്യ ലയിപ്പിച്ചിട്ട് എന്നത്. വിലാപ്യ എന്ന് പറഞ്ഞാൽ ലയിപ്പിച്ചിട്ടെന്നാണ് അർത്ഥം, വിലപിച്ചിട്ടെന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കരുത്. നമുക്ക് ഈ മലയാളം കാരണം നമുക്ക് ദുഷ്ടാർത്ഥങ്ങളൊക്കെ കടന്നു വരും. അതൊന്നും വരുത്താതെ നോക്കണം. അതൊരു സാധനയാണ്, ദുഷ്ടാർത്ഥങ്ങൾ കടന്നു വരാതിരിക്കലൊരു സാധനയാണ്. വിലാപ്യ ശാന്തി. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ നിർവികൽപ്പ എന്ന് പറയും. ആ നിർവികൽപ്പനാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിഷ്ക്രിയോ നിർവികൽപ്പ എന്നുള്ളത് ചേരുന്നത്. നിർവികൽപ്പേ വിലാപ്യ ശാന്തിം, ആ ശാന്തിയെ പരമാം ഭജസ്വ, പരമാം ശാന്തിം ഭജസ്വ, അതിനെ നേടുക എന്ന്. അപ്പൊ ഇതാണ് ശ്രദ്ധ, ഇങ്ങനെയുള്ള പറയപ്പെട്ടതായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ, അങ്ങനെയുള്ള സാധന ചെയ്ത സാധകന് സിദ്ധനായാൽ എന്തായിരിക്കും സിദ്ധന്റെ സ്ഥിതി? അതിനു വേണ്ടിയിട്ട് 2 ശ്ലോകം കൂടി ഈ വിവേകചൂടാമണിയിലുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപോകാം. നാരായണോഹം നരകാന്തകോഹം പുരാന്തകോഹം പുരുഷോഹമിശഃ അഖണ്ഡബോധോഹമശേഷ സാക്ഷി നിരീശ്വരോഹം നിരഹം ച നിർമ്മമഃ. നല്ല ശ്ലോകമാണിത്. അവിടെ ആദ്യത്തെ ശ്ലോകം ഇതാണ്: ഇപ്രകാരം ഒരുവൻ അഭേദമായിട്ട് അഹമാത്മാ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാരായണനും ഈ വ്യക്തിയും തമ്മിൽ ഭേദമില്ല. അപ്പൊ നാരായണ സ്വരൂപം തന്നെയാണിത്. അതിനാൽ ഇദ്ദേഹത്തിന് പറയാം നാരായണോഹം, ഞാൻ നാരായണൻ തന്നെയാണ്. നരകാന്തകോഹം, നരകാന്തകനാണ് ഞാൻ. പിന്നെ നരകവാസികൾക്ക് ഇദ്ദേഹം ആശ്വാസമായിട്ട് ഭവിക്കുന്നു. ചുരുക്കത്തിൽ നരകാന്തകോഹം, നരകത്തെ തന്നെ ഇല്ലാതാക്കുന്നവൻ. നരകാന്തകോഹം പുരാന്തകോഹം, പിന്നെ പുരാന്തകൻ എന്ന് പറഞ്ഞിരിക്കുന്ന പുരങ്ങളെ ഇല്ലാതാക്കുന്നവൻ. അതായത് പുരം എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഇങ്ങനെയാണ് പുരങ്ങൾ. പുരത്രയം എന്നൊക്കെ പറയുമല്ലോ. പുരാന്തകോഹം പുരുഷോഹം ഈശഃ, അഹം പുരുഷഃ അഹം ഈശഃ, ഈശൻ, ഈശാവാസ്യത്തിലെ ഈശൻ. അഖണ്ഡബോധോഹം, അഖണ്ഡമായ ബോധമാണ് അഹം. അശേഷ സാക്ഷി, സർവത്തിൻ്റെയും സാക്ഷിയിട്ട് കേവല സാക്ഷിയാണ്. ഇതാണ് അശേഷ സാക്ഷി എന്ന് പറഞ്ഞാൽ കേവല സാക്ഷി, സാക്ഷി മാത്രം നിർത്തം. നിരീശ്വരോഹം, പിന്നെ ഈശ്വരന് വിധേയനായവൻ എന്നത് പിന്നില്ല, നിരീശ്വരൻ. അതുകൊണ്ടാണ് പരമാത്മാവിനുപരിയായിട്ടൊരു ഈശ്വരൻ എന്ന് പറയുന്നില്ലല്ലോ. പരമാത്മാ തന്നെയാണല്ലോ ഈശ്വരൻ. അതുകൊണ്ടാണ് നിരീശ്വരൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെയാണ് നിരീശ്വരൻ എന്ന് പറയുന്നത്. ആ പരമാത്മാവ് തന്നെയാണ് ഞാൻ എന്നാണ് നിരീശ്വരോഹം. പിന്നെ നിരഹം, പിന്നെന്താ ഒരു വാക്കാണ്, പ്രധാനപ്പെട്ട വാക്കാണ് നിരഹം, അഹമില്ലാത്തവനാണ് എന്ന്. അപ്പൊ ഇത് ഈ ദമ്പ്, മതം, മാത്സര്യം ഇവയെല്ലാത്തോടും കൂടി നിൽക്കുന്ന അഹം ഇല്ലാത്തവനാണ് നിരഹം ച നിർമ്മമഃ. അഹമില്ലെങ്കിൽ അഹത്തോടൊപ്പം നിൽക്കുന്നതാണ് മമത്വം. ഞാനുള്ളപ്പോഴാണല്ലോ അതിൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നതാണ് എൻ്റേത്. അപ്പം ഞാനുമില്ല എൻ്റേതുമില്ല, അതാണ് നിരഹം നിർമ്മമഃ എന്നുള്ള പ്രയോഗം. അങ്ങനെയുള്ള വ്യക്തി സർവാത്മകോഹം, സർവാത്മസ്വരൂപമാണ്. സർവോഹം, സർവവുമാണ്. സർവാതീതോഹം, സർവത്തിനും അതീതമാണ്. അദ്വയഃ, അദ്വയമാണ്. അദ്വിതീയ എന്നുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് അദ്വയം. രണ്ടാമതൊന്നില്ലാത്തതാണ്. കേവലാഖണ്ഡബോധോഹം, അത് കേവല അഖണ്ഡബോധമാണ്. ആനന്ദോഹം നിരന്തര തടസ്സങ്ങളില്ലാത്ത ആനന്ദസ്വരൂപമാണ്. അപ്പൊ ഇത്ര എത്തിക്കഴിയുമ്പോൾ ഇതാണ് ശ്രദ്ധാഭക്തി ധ്യാന യോഗാത് അവൈഹി എന്നുള്ളതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേക്കെത്തുവാൻ ഇപ്പൊ അടുത്ത മന്ത്രം ഇതാണ്: അതിലേക്കെത്തുവാൻ ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു പരേണ നാക്കം നിഹിതം ഗുഹായാം വിഭ്രാചതേ യത് യതയോ വിശന്തി. അതിലേക്കെത്തുവാൻ എന്താണ് മന്ത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ്: ന കർമ്മണ, കർമ്മത്താൽ സാധ്യമല്ല,
പ്രജയാ ന, പ്രജകളാൽ സാധ്യമല്ല. അവിടെ കർമ്മത്താല് ഇതാണ് ഈ നമുക്ക് പുത്രനാൽ കിട്ടുന്ന ലോകം, ധനത്തിനാൽ കിട്ടുന്ന ലോകം, പിന്നെ പുണ്യത്താൽ ലഭിക്കുന്ന ലോകം, ഇങ്ങനെ സ്വർഗലോകം, മനുഷ്യലോകം, പിതൃലോകം, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ലോകങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് പിതൃലോകത്തെ പുത്രനാൽ ജയിക്കണമെന്നും ദേവലോകത്തിനെ ഈ സത്കർമ്മങ്ങളാൽ ജയിക്കണമെന്നും ധനത്തിനാൽ ഈ ലോകത്തെ നേടണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നേടേണ്ട ആവശ്യകത ഇല്ലാത്ത വ്യക്തിയായിട്ട് സർവ്വലോകങ്ങളിലെയും അതിക്രമിച്ചു നിൽക്കുന്ന പരമാത്മാവിനെ തന്നെ നേടിയവനായിട്ട് മാറുമ്പോൾ എല്ലാം നേടിയവനായിട്ട് മാറുന്നു. അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ന കർമ്മണ, കർമ്മത്താൽ പരിമിതമായിട്ടുള്ളതേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ന കർമ്മണ, കർമ്മത്താലല്ല. ന പ്രജയ, പ്രജകളാലല്ല. പുത്രൻ സന്താനങ്ങളെയാണ് പ്രജയ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ധനേന, അതിന്റെ കൂട്ടത്തിൽ നാ കൂടി ചേർക്കണം, ധനത്താലും അല്ല എന്ന്. അതൊക്കെ തുച്ഛമാണ്, അല്പമാണ്. പിന്നെ ത്യാഗേ നൈകേ, ത്യാഗത്തിനാൽ, ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു, ആ ത്യാഗത്തിനാലാണ് അമൃതത്വത്തെ പ്രാപിക്കാൻ സാധിക്കുക. ഈശാവാസ്യോപനിഷത്ത് ഓർക്കണം. പരേണ നാക്കം നിഹിതം ഗുഹായാം, പരേണ പരമായിട്ടുള്ള, നാക്കം, നാക്കം ഇവിടെ കം സുഖം, സുഖം, കം സുഖം, അപ്പൊ സുഖം സ്വരൂപമായിട്ടുള്ള, പരമായിട്ടുള്ള സുഖസ്വരൂപമായിട്ടുള്ള ആ പരമാത്മാവിനെയാണ് നിഹിതം ഗുഹായാം, ഹൃദയ ഗുഹയിൽ ഇരിക്കുന്നതായ, വിഭ്രാജത്തെ ശോഭിക്കുന്നതിനെ യതയ വിശന്തി, യതയ യതികൾ അതിനെ വിശന്തി പ്രാപിക്കുന്നു എന്ന്. യതികൾ എന്നുള്ളതിനെ യത്നം ചെയ്യുന്നവര്, മുമ്പ് പറഞ്ഞ ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് യതയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആ യതികള് പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ കർമ്മസംബന്ധമായിട്ടുള്ള മുക്തിയല്ലയോ ഇവർക്ക് ലഭിക്കുക, അല്ലെങ്കിൽ കർമ്മഫലമായിട്ടല്ലയോ ലഭിക്കുക? ഇവിടെ എവിടെയാണ് ജ്ഞാനം വരുന്നത്? കർമ്മമല്ലയോ പിന്നെയും അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഉപാസനാനിഷ്ഠമാവാനല്ലയോ പറഞ്ഞിരിക്കുന്നത്? അവസാനം യോഗചര്യ എന്ന് പറയുന്നതും ശരീരേന്ദ്രിയ മനസ്സിൽ പ്രതിഷ്ഠിതമാണല്ലോ. ആത്മാവിൽ പ്രതിഷ്ഠിതമായിട്ടൊരു യോഗ എന്ന് പറയുന്നതില്ലല്ലോ. പ്രതിഷ്ഠ എവിടെ? കർമ്മത്തിന് ദേഹത്തിൽ. ദേഹമാണ്, കർമ്മേന്ദ്രിയങ്ങളെ ഇല്ലാതെ കർമ്മമില്ലല്ലോ. അപ്പോൾ മനസ്സില്ലാതെ ഉപാസനയില്ലല്ലോ. അപ്പം അതേമാതിരി യോഗമാണെങ്കിൽ ഈ കർമ്മേന്ദ്രിയങ്ങളും മനസ്സ്, ഉപാസന, ഇവയെ സംയമനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇവയെല്ലാം തന്നെ നിൽക്കുന്നത് ദേഹേന്ദ്രിയ സംഘാതത്തിന്റെ പരിധിക്കുള്ളിൽ തന്നെയാണ്. ദേഹേന്ദ്രിയ സംഘാതത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നവയെ പ്രവർത്തിപ്പിക്കുന്നവൻ കർത്താവിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ ഇവിടെ കർമ്മത്തെ ഉപാസനയാക്കി മാറ്റിയിട്ടുള്ളതിനാല്, കർമ്മം എന്ന് പറഞ്ഞാൽ ലൗകിക കർമ്മം അല്ല, പകരം ഉപാസനാരൂപമായ കർമ്മമാണ്. അതിനാൽ ഉപാസകന്റെ സ്ഥാനമാണ് നിൽക്കുന്നത്. കർമ്മി തന്നെയാണ് ഉപാസകനായിട്ട് നിൽക്കുന്നത്. കർമ്മി ഉപാസകനായി നിന്നു എന്നതുകൊണ്ട് കർമ്മി അല്ലാതാവുകയില്ല. അതിനാൽ വന്നു ചേരുന്നത് കർമ്മഫലമല്ലയോ? മോക്ഷം കർമ്മഫലമാകുമോ എന്നുള്ള സംശയത്തിനാണ് ഇവിടെ മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളാൽ, മുമ്പ് പറയപ്പെട്ടതായ എല്ലാ ശ്ലോകങ്ങളിലൂടെയും അവിടെ സാധനാരൂപമായിട്ടുള്ള പലതും പറഞ്ഞു എന്നതുകൊണ്ട് അവയാണ് സാക്ഷാത് ഹേതുമുക്തിക്ക് എന്ന് പറയുന്നില്ല. അവയെല്ലാം സഹായഘടകങ്ങൾ മാത്രമാകുന്നു. എന്താണ് സാക്ഷാത് ഹേതുമുക്തിക്ക്? വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസയോഗാത് യതയശുദ്ധസത്വാഹ തേ ബ്രഹ്മലോകേ തു പരാന്തകാലേ പരാമൃതാത് പരിമുച്ഛന്തി സർവേ. ഇപ്രകാരം അർത്ഥം പോകുന്നു എന്ന്. എന്താ ഇവിടെ അർത്ഥം? വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം, വേദാന്ത വിജ്ഞാനത്തിന്റെ സുനിശ്ചിതമായ അർത്ഥത്തോടു കൂടിയവർ എന്നത്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതോ? ഇത്രയും നേരം പറഞ്ഞതിന്റെ ആവശ്യകതയുണ്ട് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം കിട്ടുവാൻ എന്ന്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും ശരി, പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കിത് ഇപ്പം വെറും കണക്കാണെങ്കിലും ശരി, സയൻസ് ആണെങ്കിലും ശരി, ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും ശരി, മലയാള ഭാഷയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ പഠിച്ചു കൂട്ടി വെച്ചു എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പ്രയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് പഠിക്കേണ്ട സ്ഥലത്തെല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും കുറച്ചുണ്ട് ഇതും കുറച്ചുണ്ട്, ഏതാണെന്നൊന്നും ഒരു പിടുത്തം കിട്ടാതെ പോകും.
അപ്പോൾ ഇത് വേദാന്തത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വെച്ചിട്ട് കുറച്ച് വെച്ചിട്ട് അതിലെനിക്കിപ്പം തൃപ്തിയുണ്ട്, അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, തൃപ്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം അല്ല അത്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം എന്ന് പറഞ്ഞാൽ വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്താണ്, വേറൊന്നുമല്ല വേദാന്തം. ഈ ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യം പറയുന്നതിനെയാണ് വേദാന്തം എന്ന് അങ്ങനെ മലയാളത്തിലാക്കി വെച്ചു. ഒരു നിവൃത്തിയുമില്ലാത്ത തരത്തിലാണ് ഈ മലയാളമാക്കലിൻ്റെ ഏറ്റവും വലിയ അപകടം. മലയാളമാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അപകടം ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഹൈസ്കൂളിലെ പിള്ളേരാണ് ഉള്ളത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കത് ഐഡിയ സ്ട്രൈക്ക് ചെയ്തതാണ്. മലയാളം മീഡിയത്തിലെ പിള്ളേരോട് ചെയ്യുന്ന ദ്രോഹത്തോളവും വലിയൊരു ദ്രോഹം ഈ കേരളത്തിൽ വേറെ ആരോടും ചെയ്യുന്നില്ല. ഇപ്പം 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ മലയാളത്തിൽ രസതന്ത്രം പഠിപ്പിക്കുന്നു, പിന്നെ എന്താ ജീവശാസ്ത്രം പഠിപ്പിക്കുന്നു, കണക്ക് പഠിപ്പിക്കുന്നു. ഈ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കണക്കിൻ്റെ ഒരു പദം എങ്കിലും ഇവൻ അത് 12th അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഹയർ സ്റ്റഡീസ് ഒന്നും പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മലയാളത്തിൽ പ്രകാശ സംശ്ലേഷണം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും സമർത്ഥമായിട്ട് പഠിച്ചു വെച്ചവന് ഇതും കൊണ്ട് ഈ 10 കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് എവിടെ പോയി പ്രയോഗിക്കും ഇവൻ ഈ വാക്കുകൾ എന്നുള്ളത്. അപ്പം ഇത്രയ്ക്കൊരു ദ്രോഹം, ഇത് ഇത്രയും വലിയ ദ്രോഹം ചെയ്തത് എന്തിനാണെന്നോ ഇതിൻ്റെ ഫലം ആർക്കാണോ എന്നതിനെക്കുറിച്ച് ഒന്നും പോകുന്നില്ല. ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ വിശകലനം ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്നത്. കാരണം അതൊരു മഹാദ്രോഹമാണ് ചെയ്തത്. മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കാം, പക്ഷേ ഈ ആവശ്യമില്ലാത്ത പ്രയോജനകരമല്ലാത്ത വാക്കുകൾ 2 വർഷത്തേക്ക് മാത്രം പ്രയോജനം ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന കണക്കിൽ പറഞ്ഞിരിക്കുന്നതും സയൻസ്, പ്രത്യേകിച്ച് കണക്കിലും സയൻസിലും പറഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള വാക്കുകൾ വെറും 2 വർഷത്തേക്കോ 8ും അല്ല 9ഉം 10ലും മാത്രം പ്രയോജനപ്പെടുന്ന ആ വാക്കുകൾ 11ലേക്ക് പ്രവേശിച്ചാൽ പോലും പ്രയോജനപ്പെടാത്ത ആ വാക്കുകൾ കൊണ്ട് ഈ കുട്ടികളുടെ ഭാവിയാണ് ദുരന്തമാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ മീഡിയത്തിൽ തന്നെ പഠിപ്പിച്ചു. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ആ വാക്കുകൾ തന്നെ പഠിപ്പിച്ചാൽ മതി അവിടെ. അതായത് ആ വാക്കുകളുടെ അടുത്ത് ഇംഗ്ലീഷിനെ മലയാളമാക്കി മാറ്റിയിട്ട് പഠിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് അതിനകത്ത് പ്രയോജനമൊന്നുമില്ല. ഒരു വാക്ക് പ്രകാശ സംശ്ലേഷണം എന്നുള്ളത് എൻ്റെ കൂട്ടത്തിൽ ആ ഇംഗ്ലീഷ് വാക്കും കൂടെ പഠിപ്പിച്ചു വെച്ചു എന്നുള്ളതുകൊണ്ട് പ്രകാശ സംശ്ലേഷണം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥം പിടികിട്ടിയിട്ട് ആ വാക്ക് തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമായി. അതേമാതിരി ബയോളജി ആണെങ്കിൽ, അതായത് സയൻസ് സബ്ജക്റ്റ് മുഴുവനും കണക്ക് സബ്ജക്റ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി 10ാം ക്ലാസ്സിലെ കുട്ടിക്കുന്നാൽ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന മലയാളം കൊണ്ട് അത് തന്നെ മതി BSc മാത്സിനും അതേ MSc മാത്സിന് അല്ലെങ്കിൽ BSc ഫിസിക്സിന് അല്ലെങ്കിൽ MSc ഫിസിക്സിനൊക്കെ ഇതേ മലയാളം തന്നെ തുടരുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പം ചൈനയിലാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ജപ്പാനിലാണെങ്കിൽ അത് മതി. ജപ്പാനിലാണെങ്കിൽ അങ്ങേയറ്റം വരെ ജപ്പാൻ ഭാഷ മാത്രം മതി. ചൈനയിലാണെങ്കിൽ അങ്ങേയറ്റം വരെ ചൈനീസ് ഭാഷ മാത്രം മതി. റഷ്യയിലാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യമില്ല. റഷ്യയിലാണെങ്കിൽ റഷ്യൻ ഭാഷയിലെ PhD വരെ, ഈ സയൻസ് PhD വരെയിലെത്താം, അല്ലെ കണക്ക് PhD വരെയിലെത്താം, കുഴപ്പമില്ല. ഇവിടുത്തെ ഈ 2 വർഷം കൊണ്ട് 10ാം ക്ലാസ് വരെ ഉള്ളത് കൊണ്ട് ഈ പിള്ളേരെ എന്ത് പറയാനാന്ന് പറയും. ഇതൊക്കെ ഇതൊരു ദുരന്ത ഭൂമിയാണ് എന്ന് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു ബോധം ആർക്കും ഇല്ലാത്ത തരത്തിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു പരാതിയില്ല, അതാണ് വേറെ കാര്യം. ആർക്കും ഇതിനകത്തൊരു ബോധവുമില്ല, ഒരു പരാതിയില്ല. അനുഭവിച്ചോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് മനസ്സിലാവാത്തത്. അപ്പം ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ട് മത്സരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണ്ടേ? അതിനൊക്കെ തരത്തിലല്ലേ കുട്ടികളെ ഈ ലോകത്തേക്ക് ഇറക്കി വിടേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ, ഇത് വേറൊന്നും തോന്നരുത്, പറഞ്ഞപ്പം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസ യോഗാത് യഥയശുദ്ധസത്വാഹ എന്ന്. അപ്പം നമുക്ക് വേദാന്തം ഉപനിഷത്ത്, ആ ഉപനിഷത്തിൻ്റെ സുനിശ്ചിതമായ അർത്ഥം എന്ന്. അപ്പം ആ ഉപനിഷത്ത് വിജ്ഞാനം, ഉപനിഷത്ത് നന്നായിട്ട് മനസ്സിലാക്കൽ. അപ്പോൾ ഉപനിഷത്ത് നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ലക്ഷ്യബോധം വ്യക്തമാകുന്നത്. അതുവരെ നമുക്ക് ലക്ഷ്യത്തെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവത്തില്ല. അതായത് ലക്ഷ്യത്തിൻ്റെ നിർവചനം നമുക്ക് കിട്ടും. മോക്ഷം ആണ് ലക്ഷ്യമെന്നും ആ മോക്ഷമെന്ന് പറയുന്നത് അന്യവസ്തുപ്രാപ്തിയല്ല,
അന്യലാഭങ്ങളല്ല, അന്യവസ്തുലാഭമല്ല, അന്യദേശപ്രാപ്തിയല്ല തുടങ്ങിയിട്ടുള്ള രീതിയിലെല്ലാം നമുക്ക് വളരെ വ്യക്തത കിട്ടും. അങ്ങനെയുള്ള വ്യക്തത വന്നതിനെയാണ് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം എന്ന് പറയുന്നത്. അതായത് ഉപനിഷത്ത് നല്ലതുപോലെ അറിഞ്ഞിട്ട് പിന്നെ സന്യാസയോഗാ. സന്യാസയോഗം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ബാധ്യതകളില്ലാത്തവനായി തീർന്നിട്ട്, അതാണ് സന്യാസം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഉടൻ തന്നെ കാവ്യ എടുക്കുക, ആശ്രമത്തിൽ പോവുക എന്നുള്ള തരത്തിൽ ആക്കി വെച്ചു. അതല്ല ഇവിടുത്തെ സന്യാസം എന്ന് പറഞ്ഞാൽ. സന്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ ബാധ്യതകള്, സ്വയം ഏറ്റെടുത്തതായിട്ടുള്ള ബാധ്യതകള് കാലം എത്തുമ്പോൾ അത് ഉപേക്ഷിച്ച് പോകലാണ് സന്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് സന്യാസം ആർക്കെടുക്കാൻ പറ്റുമെന്നാണ്. പണ്ടത്തെ കാലത്ത് സന്യാസം എടുക്കുന്നതിനൊരു നിർവചനം ഉണ്ടായിരുന്നു. സന്യാസം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മസന്യാസമാണ് സന്യാസം. അതായത് കർമ്മത്തിന് അധികാരിയാകുന്നത് ഒരുവൻ ജനിച്ചു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പഠിച്ചു എന്നുള്ളത് കൊണ്ടോ കർമാധികാരമാവത്തില്ലല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു ഓഫീസിലേക്ക് ജോയിൻ ചെയ്യുന്നു, പിന്നെ ആ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. അപ്പം ഇതിന് സമമായിട്ട് പ്രാചീന കാലത്തിൽ ഇങ്ങനെ ഒരു ഓഫീസ് ജോയിൻ ചെയ്യലും റിട്ടയർ ചെയ്യലും ഇല്ല. അതിന് പകരമാണ് അവിടെ ഈ ജീവിതം തന്നെയാണ് ഓഫീസ്, വീട് തന്നെയാണ് ഓഫീസ്, എല്ലാം കൂടെ ഓഫീസ് ആകുമ്പോൾ അവിടെ ഈ വിവാഹമെന്ന് പറയുന്നത് ഇതേമാതിരി ഈ കർമ്മത്തിലേക്ക് ചേരലെന്ന് പറയുന്നത് സൈൻ ചെയ്യലാണ്, ജോയിൻ ചെയ്യലാണ്. അതിനുശേഷം അപ്പോൾ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം പറഞ്ഞാൽ 25 വയസ്സ്. അപ്പോൾ അതിനുശേഷം 50 വയസ്സെത്തി കഴിയുമ്പോൾ റിട്ടയർ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അതോടുകൂടിയിട്ട് 50 വയസ്സെത്തി കഴിയുമ്പോൾ അവിടെ ഒരു റിട്ടയർമെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും പിന്നെ ഇപ്പം എന്ത് ചെയ്യുന്ന കർമാധികാരം അടുത്ത തലമുറയ്ക്ക് കൊടുത്ത ശേഷം ഇവർക്ക് പിന്നെ കർമ്മം ചെയ്യണ്ട. പക്ഷേ ഇവർക്ക് ഇത്രയും നാളും കർമ്മം ചെയ്തുകൊണ്ടിരുന്നത് കാരണം പിന്നെയും അവർക്ക് കർമ്മം ചെയ്യുവാനുള്ള താല്പര്യം നിന്നുകൊണ്ടേയിരിക്കുന്നു. അത് കാരണം അവർ ഉപാസനയിലേക്ക് കടക്കുന്നു. മുമ്പ് പറഞ്ഞ തരത്തിലുള്ള കർമ്മമല്ല, കുറച്ചുകൂടി അവർ ഈ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നു. അപ്പം വാനപ്രസ്ഥാശ്രമവും ഈ ഗാർഹസ്ഥ്യാശ്രമത്തിൻ്റെ തുടർച്ച മാത്രമാണ്. അത് പ്രത്യേക ആശ്രമം ഒന്നും എടുത്തു പറയാൻ പറ്റത്തില്ല. ഒരു റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നീട് ശരിക്കുമുള്ള സമയം എന്ന് പറയുന്നത് അത് വിട്ടിട്ട് ഉപാസനയും വിട്ടിട്ട് സന്യാസം എന്ന് പറയുന്നതുണ്ട്. അവിടെയാണെങ്കിൽ സമ്പൂർണമായിട്ട് സർവ്വബാധ്യതകളും അവസാനിപ്പിക്കലാണ് സന്യാസം. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സർവ്വബാധ്യതകളും ഉപേക്ഷിച്ചു എന്ന്. അപ്പോൾ ഇത് സർവ്വബാധ്യത ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആർക്കെങ്കിലും ഉപദ്രവം കൊടുത്തുകൊണ്ട് അവരുടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കടന്നു കളയാന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇതൊക്കെ വളരെ സൂക്ഷിക്കണം ഇതിനകത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇവിടെ നിന്നൊന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അവനവൻ എന്ത് ചെയ്യുന്നുണ്ടോ അതിന്റെ ഫലം എവിടെയായി കഴിഞ്ഞാലും അത് ഏത് നരകത്തിൽ പോയി കഴിഞ്ഞാലും പിന്തുടർന്നുള്ളൂ, ഏത് ലോകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം രക്ഷപ്പെട്ടു പോകാമെന്നൊന്നും കരുതണ്ട, ഇന്നല്ലെങ്കിൽ നാളെ എന്ന്. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയും ഫലമുണ്ട്. നമ്മൾ നല്ലത് ചെയ്തിട്ട് മറന്നു കളഞ്ഞോളൂ, ഫലം വരേണ്ട സമയത്ത് വരും. നമ്മൾ ചീത്ത ചെയ്തിട്ടതിന് ശേഷം രക്ഷപ്പെട്ട് ഓടിക്കോളൂ, ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കും അതിൻ്റെ ഫലം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഫലമൊക്കെ കിട്ടും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് ചെയ്യുവാൻ, നല്ലത് പറയുവാൻ. സന്യാസയോഗാത് അങ്ങനെ യതയഃ ശുദ്ധസത്വാഹ ഇപ്രകാരമാകുമ്പോഴാണ് യതികളാകുന്നത്. ശുദ്ധസത്വാഹ ശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവർ എന്നാകും. ഇവിടെ സത്വഹ എന്ന് പറഞ്ഞാൽ അന്ധകരണം എന്നർത്ഥം. അന്ധകരണം എന്ന് പറഞ്ഞാൽ മനസ്സ്. ശുദ്ധസത്വാഹ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സോടുകൂടിയവരായിട്ട് പഠിക്കുന്നു. അപ്പം ആരാണ് ഈ നല്ല മനസ്സുമായിട്ട് വഹിക്കുക? ഞാൻ പറഞ്ഞാൽ കഴിയുന്നതും മറ്റുള്ളവരെ പറ്റിച്ചതായിട്ട് ചിന്തിക്കാത്തവർ നടത്താൻ. ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒറ്റവാക്കി പറയാൻ പറ്റുന്നത്. ഇന്നെല്ലാവരും മറ്റുള്ളവരെ പറ്റിച്ചതിൽ സന്തോഷം കൊള്ളുന്നവരാണ്. അവന് ഞാനൊരു പറ്റിച്ചല്ലോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കളിയാക്കി സന്തോഷം കാണുന്നല്ലേ, മറ്റുള്ളവരെ പറ്റിച്ചതിൽ സന്തോഷം കാണുന്നത്, മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷം കാണുന്നത്, മറ്റുള്ളവരുടെ വാക്കുകളിലെ പിഴവുകളിൽ സന്തോഷം കാണുന്നത്, മറ്റുള്ളവരുടെ ബിസിനസ് പൊളിയുന്നത് കണ്ട് സന്തോഷം കാണുന്നവർ. ഇതൊക്കെയാണ് ശുദ്ധസത്വന്മാരല്ലാത്തവരുടെ ലക്ഷണം. ശുദ്ധസത്വഹ എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരുടെ പരാജയത്തിന്മേൽ സന്തോഷം കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ അവർ ദുഃഖിക്കുന്നുള്ളതല്ല, അവർക്ക് അതല്ല സന്തോഷ വിഷയം.
അവര് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നിടത്ത് ഉപകാരം ചെയ്യുന്നു. അതല്ല ഇനി മറ്റുള്ളവർക്ക് അവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്തടത്താണെന്നുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ അവർ സന്തോഷിക്കാൻ പോകുന്നില്ല. ഇതൊക്കെയാണ് ശുദ്ധസത്വാഹ എന്ന്. തേ അവർ, അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫലം കിട്ടും. കേവലം ചിന്തിക്കൽ പോലും നമുക്ക് ഫലത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് നിസ്സാരമായ കാര്യമല്ല. ചെയ്യുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ഫലമാണ് ചിന്തിക്കുന്നതിന് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോഴാണ് തേ അവർ ബ്രഹ്മലോകേതു പരാന്തകാലേ. അപ്പം ഇവിടെ ഈ ബ്രഹ്മലോകേഷു എന്ന് ചില ടെക്സ്റ്റിനകത്തുണ്ട്, ബ്രഹ്മലോകേതു എന്ന് വേറെ ചില ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ അവിടെ ബ്രഹ്മലോകേഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മലോകങ്ങളിൽ എന്നർത്ഥം, ബ്രഹ്മലോകേതു എന്നാണെങ്കിൽ ബ്രഹ്മലോകത്തിൽ എന്നർത്ഥം. വ്യത്യാസമൊന്നുമില്ല. കൂടുതൽ നമുക്ക് തേ ബ്രഹ്മലോകേതു ആണ് എടുക്കുന്നത്, ഷു അല്ല തു ആണ്. അപ്പോൾ ലോകേഷു എന്ന് പറഞ്ഞാൽ ബഹുവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു, ലോകെ എന്ന് പറയുമ്പോൾ ഏകവചനത്തിൽ പ്രയോഗിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തു എന്ന് ഒരു ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ലോകെ തു. പരാന്തകാലേ, പരാന്തകാലം പ്രളയകാലം, പ്രളയകാലത്ത് അവർ ബ്രഹ്മലോകത്തിലെ പരാമൃതാത് പരിമുച്ചന്തി സർവേ, പരമമായിട്ടുള്ള അമൃതത്വത്തിനെ പ്രാപിക്കുന്നു. പരാമൃതാത് സർവേ പരിമുച്ചന്തി, അവിടെ ഈ അതായത് ഈ സർവവിധത്തിലുള്ള മായയെയും അതിക്രമിച്ചിട്ട് മുക്തിയെ ഇവര് നേടുന്നു എന്ന്. എവിടെ? ഏത് സമയത്ത്? പരാന്തകാലത്തിൽ. അപ്പൊ നമുക്ക് ഈ പരാമൃതത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമായിട്ടുള്ള അമൃതത്തിൽ നിന്ന് എന്നുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ, അമൃതം എന്ന് പറഞ്ഞാൽ നാശരഹിതമാണ്. അവിടെ നാശരഹിതമായിട്ടുള്ളത് ബ്രഹ്മം നാശരഹിതമാണ്, അതേപോലെ നാശരഹിതമാണ് മായ എന്നർത്ഥം. കാരണം ബ്രഹ്മാശ്രയാ മായ അസ്തി എന്നുള്ളത്, ബ്രഹ്മാശ്രയമായിട്ട് മായ ഉള്ളതിനാൽ ആ മായയെ നശിപ്പിക്കുവാൻ ജീവന്മാർ അസമർത്ഥമാകയാൽ ആ മായയ്ക്ക് സ്ഥായി ഭാവം ബ്രഹ്മത്തിലുണ്ട്. അതാണ് ബ്രഹ്മാശ്രയാ മായ അസ്തി എന്നുള്ളത്. അതിനാൽ മായയും അമൃതം എന്ന് പറയുന്നത്, ബ്രഹ്മത്തിനെ അമൃതം എന്ന് പറയുന്നു. ബ്രഹ്മം ഒരു കാലത്തും നശിക്കാത്തതാണ്, മായയും അപ്രകാരം തന്നെ ഒരു കാലത്തും നശിക്കാത്തതാണ്. അതിനാൽ അമൃതത്വമുണ്ട്. പിന്നെ ആർക്കാണ് മായ ഉള്ളതും ആർക്കാണ് മായ ഇല്ലാത്തതും എന്നത് മാത്രമാണ് വിഷയം. ജീവൻ മുക്തന്മാർക്ക് മായയില്ല, അവര് പരബ്രഹ്മസ്വരൂപത്തെ ദർശിക്കുന്നു. ജീവൻ മുക്തരല്ലാത്തവർക്ക് മായയേ ഉള്ളൂ, അവർ മായയെ ദർശിക്കുന്നു, പരബ്രഹ്മത്തെ ദർശിക്കുന്നില്ല. ഇപ്രകാരമാണ് ഇതിന്റെ ഭേദം. ഇത്രയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരാൾക്ക് ചോദ്യം വന്നാൽ, ആ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ അശ്വലായന മഹർഷിയെടുത്ത് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. വിവിക്തദേശേ ച സുഖാസനസ്ഥഃ ശുചിസമഗ്രീവ ശിരശരീരഃ അത്യാശ്രമസ്ഥ സകലേന്ദ്രിയാണി നിരുദ്ധ്യ ഭക്ത്യാ സുഗുരും പ്രണമ്യ. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയുമാണ്. വിവിക്ത, നമ്മൾ ധ്യാനിക്കാനിരിക്കുകയാണ്. ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചു, എനിക്ക് മുക്തിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. പ്രകാരം നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴാണ് പറയുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വിവിക്തദേശേ, വിവിക്തമായ, വിവിക്തം ഏകാന്തമായ സ്ഥലത്ത്, ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർ ഒരു വശത്ത് ടി വി, ഒരു വശത്ത് പിള്ളേരുടെ ബഹളം, വേറെ വശത്താണെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ തട്ടും മുട്ടും, ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പുറത്തു നിന്നുള്ള ബഹളം, ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞ് റോഡിൽ കൂടെ വണ്ടിയുടെ ബഹളം, ഇതെല്ലാം കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് വിവിക്തദേശേ. അതിനാണ് നമുക്ക് ഈ ബാഹ്യമായ ഉപദ്രവങ്ങൾ ഇല്ലാത്ത സ്ഥലം വിവിക്തം. വിവിക്തം പറഞ്ഞാൽ ഏകാന്തം ആയിട്ടുള്ള ദേശത്തിലെ സുഖാസനസ്ഥഃ, അവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുക. അപ്പം സുഖാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ സുഖകരമായ രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഏതാനും ധ്യാനത്തിനിരിക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് സുഖാസനം, പിന്നെ പത്മാസനം, അർദ്ധപത്മാസനം, സിദ്ധാസനം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചില ആസനങ്ങളൊക്കെ ഉണ്ട് ധ്യാനത്തിന് വേണ്ടിയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇത് നമുക്കുടൻ തന്നെ ഈ ശീർഷാസനത്തിലും സർവാംഗാസനത്തിലും അല്ലെങ്കിൽ കുക്കുടാസനത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആസനത്തിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഉഷ്ഠാസനം അല്ലെങ്കിൽ
ഇതേമാതിരിയുള്ള പല ആസനങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ഒട്ടകത്തെ പോലെ ഇരിക്കുന്ന ആസനത്തിനാണ് ഉഷ്ട്രാസനം എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമുക്കിരുന്ന് ധ്യാനിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചക്രാസനം ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നു, ചക്രാസനം ഇങ്ങനെയൊക്കെയുള്ളതിനകത്ത് ധ്യാനിക്കുക എന്ന് പറയുന്നത് പറ്റത്തില്ല. പിന്നെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മകരാസനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആസനങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് ചിലപ്പം വേണമെങ്കിൽ പറ്റിയേക്കും. മത്സ്യാസനം വേണമെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ പറ്റിയേക്കും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ കഴുത്തിങ്ങനെ പുറകോട്ടാക്കിയിട്ട്, അതായത് ഈ പത്മാസനത്തിൽ നിന്ന് പുറകോട്ടാക്കി കഴുത്ത് മടക്കി തല മാത്രം ഉച്ചി മാത്രം നിലത്ത് മുട്ടിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ആസനങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സുഖകരമായിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് ഈ കഴുത്ത്, ശരീരം, തല ഇവയെല്ലാം ലംബമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിലുള്ള ആസനങ്ങളാണ് ഉത്തമമെന്ന് ഇനിയും വരാൻ പോകുന്ന മന്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്കറിയാം ഈ ഉഷ്ട്രാസനവും ഇവിടെ മത്സ്യാസനവും ഒന്നും ഇപ്പോൾ ഇവിടെ സ്വീകരിക്കുന്നില്ല. പകരം സുഖാസനം, പത്മാസനം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സിദ്ധാസനം, ഇങ്ങനെയൊക്കെയുള്ള ആസനങ്ങളെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിവിക്തദേശേച സുഖാസനസ്ഥഃ ശുചിഹി ബാഹ്യാഭ്യന്തര ശുചിഹി എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ശുചിത്വം പാലിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ദേഹശുദ്ധി മാത്രം നോക്കിയാൽ പോരാ, പകരം നമുക്ക് ചുറ്റും ഈ പാറ്റയും പഴുതാരയോ ഒന്നും അരണയൊക്കെ ഓടിക്കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഉറുമ്പും ചെതലും ഒക്കെ ദേഹത്തൂടെ കയറി ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അതൊന്നും പറ്റരുത്. അതേമാതിരി ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മൾ കുളിച്ചിട്ടിരുന്നു പക്ഷേ വസ്ത്രമാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ മോളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മോളിൽ നിന്ന് എന്തെങ്കിലും അടർന്ന് താഴോട്ട് വീഴുന്നത്. ഇതൊന്നും പാടില്ല. അതുകൊണ്ടാണ് ശുചിഹി എന്ന് പറയുന്നത്. ബാഹ്യാഭ്യന്തര ശുചിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല മേഖലകളെല്ലാം ശുചിത്വം നമ്മൾ ബാഹ്യ വിഷയങ്ങളിൽ കാണണം. പിന്നെ അതുകൊണ്ട് മാത്രം മതിയോന്നാ പോരാ. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ മനസ്സിൽ കയറി വന്നിട്ടാണല്ലോ നമ്മളെ വളരെ ബുദ്ധിമുട്ടുന്നത്. അപ്പം നമുക്ക് ഈ ദുഷ്ടമായ വാക്കുകൾ കടന്നു വരാതെ നോക്കണം. അതും പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെങ്കിലും ഒരു ദുഷ്ടപ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ദുഷ്ടവാക്ക് നമ്മളത് പുറത്ത് ആരോടും പറയാത്ത വാക്കുകളായിരിക്കും, പക്ഷേ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള വാക്കുകളുടെ പ്രയോഗവുമായിരിക്കും. നമുക്ക് തന്നെ അറിയാം അത് അവരോടും നമ്മൾ പറയത്തില്ല, ആരോടും പറയത്തില്ല എന്നറിയാം, പക്ഷേ എങ്കിലും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അത് ഒരുമാതിരി അശുചിത്വമാണ്, അതൊരു സുഖമില്ലാത്തൊരു ഏർപ്പാടാണ്. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് സ്വസ്ഥത ലഭിക്കത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സമാധാനത്തിന് അത് പറയാണ്ടും പറ്റത്തില്ല. ഇതാണ് വേറൊരു ഗതികേട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അത് മനഃപൂർവ്വം നമ്മളത് ഒഴിവാക്കി ഇങ്ങനെയാണ് നമുക്ക് വൈദിക വാക്കുകൾ കൊണ്ട്, വേദമന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിനെ നിറയ്ക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ അന്യരെക്കുറിച്ച് പറയുന്ന, വിചാരം ചെയ്യുന്ന വാക്കുകളെല്ലാം കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാം പ്രാകൃതമായ വാക്കുകൾ കുറയുകയും സംസ്കൃതമായ വാക്കുകൾ നമുക്ക് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ മാതിരിയുള്ള വാക്കുകൾ മാത്രമേ കടന്നു വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമ്യ ഭാഷയിലേക്ക് നമുക്ക് കൂടുതൽ ഊന്നൽ പോകും. അപ്പോൾ അങ്ങനെയല്ല, സംസ്കൃത ഭാഷയിലേക്ക് തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാൻ സാധിക്കുന്നു, നമ്മുടെ വാക്ക് പ്രയോഗത്തെയും കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാക്കിൻ്റെ തലത്തിലും മനസ്സിൻ്റെ തലത്തിലുള്ള ശുചിത്വം നമുക്ക് ഒരു പരിധി വരെ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ശ്രമിക്കാനേ സാധിക്കത്തുള്ളൂ കേട്ടോ. ഇത് 1-2 കാലം കൊണ്ടൊന്നും ആർക്കും 1-2 ദിവസങ്ങൾ കൊണ്ടോ 1-2 മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ പറ്റുന്നില്ല. ജന്മങ്ങൾ എടുത്തിട്ടാണ് ഇത് ഓരോരുത്തർ സാധ്യമാക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് തന്നെ ഞാൻ കുറച്ച് ശ്രമിച്ചു, ഇന്ന് നടക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പം എന്താ ചെയ്യുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ചൂതുകളിയാണ്. ഇതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സമാധാനമുണ്ട്. എന്താ മനസ്സമാധാനം? കാശിഷ്ടം പോലെ പോയി കിട്ടുന്നുണ്ട്, അത് തന്നെയാണ് മനസ്സമാധാനം. ഇന്നേ വരെ ആരും ചൂതുകളിൽ കൂടെ പണം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഓൺലൈൻ റമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കാശ് നഷ്ടപ്പെടുന്ന ഒരു കാര്യം. അതേമാതിരി വേറൊന്നാണ് ഈ ഓൺലൈൻ കളികൾ. ആ കളികൾ കുട്ടികളെ ഭ്രാന്തെടുത്തിട്ട് വീട്ടുകാരുടെ അതിൽ ഈ അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനാണ് ബാങ്കിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഈ ATM കാർഡിൻ്റെ നമ്പരോ അല്ലെന്നുണ്ട് OTP ഇത് സകല കാര്യങ്ങളും ബാങ്കിൻ്റെ കാര്യം എനിക്കൊന്നും അറിയത്തില്ല, അവനാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. 10 വയസ്സും 15 വയസ്സും ഒക്കെയുള്ള പിള്ളേരാണ് ബാങ്കിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നാണ് ഇവർക്ക് അന്നേരം കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇനിയും തുടർന്ന് കളിക്കുവാൻ 1000 രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞ മെസ്സേജ് കാണുന്നു. ഉടനെ തന്നെ ഇവന് വേറൊന്നും ആലോചിക്കുന്നില്ല, ഉടനെ തന്നെ 1000 അടിച്ചു കൊടുക്കുന്നു. പോയി. ആർക്ക് പോയി എന്നാ? അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയേ പോയി. പോകേണ്ടതായിരുന്നിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ പോകാൻ പാടില്ല. അതാണ്. അപ്പോൾ അത്
അത് പോയി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സംയമനം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ ശുചിഹി എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ശുചിത്വം. നമ്മൾ ഇതിനകത്ത് എല്ലാ കാര്യത്തിനകത്തും ശ്രദ്ധിച്ച് പോകണം. ശുചിഹി. പിന്നെ മുമ്പ് പറഞ്ഞല്ലോ ധ്യാനിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്നാണ്. സമഗ്രീവ ശിരശരീര, സമമായിട്ട്, ഗ്രീവം കഴുത്തിനെ, ശിരസിനെ ശരീരത്തിന്. ശരീരം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ബോഡിയാണ്, ട്രങ്ക്, അതായത് ദേഹത്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കഴുത്തിന് താഴെ കഴുത്ത്, തല ഇവയെ ലംബമാക്കി ഒരേ നേർരേഖയിൽ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നതിനെയാണ് പറയുന്നത് സമഗ്രീവ ശിരശരീര. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ നമുക്ക് മെഡിറ്റേഷൻ ഈ പരിശീലനം നൽകുന്ന ആൾക്കാർ പറയും നട്ടെല്ല് നിവർത്തി എന്ന് പറയുന്നത് ഈ ഒറ്റ പ്രയോഗത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കൂനി ഇരുന്നുകൊണ്ടുള്ള ധ്യാനിക്കൽ എന്ന് പറയുന്നതൊന്നും ഇവിടെ അത്ര സ്വീകരിക്കുന്നില്ല. സമഗ്രീവ ശിരശരീര. ഇത് നമുക്ക് ഒരു 10 മണിക്കൂറും 12 മണിക്കൂറും ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. ഇത് കുറച്ച് സമയം മാത്രമേ പറ്റത്തുള്ളൂ. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, ഇതിൽ കൂടുതലൊന്നും ആരും ഇത് ശ്രമിക്കേണ്ട കാര്യമില്ല. ഇത് ശ്രമിക്കാനേ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ ഉടൻ തന്നെ ഞാൻ ഇരുന്നിട്ട് ശരിയാവുന്നില്ല, എൻ്റെ കാലിന് വേദന എടുത്തു എന്നുള്ളതല്ലാണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇറങ്ങിപ്പോവാനുള്ളതല്ല. അതായത് എപ്പോഴും പറയുന്നുണ്ട് മധ്യസ്ഥായി ആയിരിക്കണം, മധ്യവർത്തി ആയിരിക്കണം, മിതത്വം പാലിക്കണം എന്നുള്ളത്. അതിനകത്ത് ഇനിയിപ്പം അത് വാക്പ്രയോഗത്തിലാണെങ്കിലും ശരി, സാധനയുടെ കാര്യത്തിലാണെങ്കിലും ശരി, യോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ജപത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, വായനയുടെ കാര്യത്തിലാണെങ്കിലും ശരി. ചില പിള്ളേരാണെന്നുണ്ടെങ്കിൽ വായിച്ച് പുസ്തകങ്ങൾ വായിച്ച് തള്ളിക്കൊണ്ടിരിക്കും. അതിന് പറ്റുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. കാരണം ഇതിനകത്ത് നമ്മൾ എനിക്കറിയാം, അതായത് വായിക്കാനുള്ള ഉത്സാഹത്തിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇല്ലാത്തതിട്ട് ചന്ദ്രന്റെ പ്രകാശത്തിൽ, ചന്ദ്രികയുടെ വെളിച്ചത്തിൽ ഈ ബാലരമയും മനോരമയും അല്ലെങ്കിൽ അതേമാതിരിയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന തരത്തിൽ വരെ നമുക്ക് ആ ഒരു ത്വരയുണ്ടാകും ഈ ചെറിയ കുട്ടികളുടെ പ്രായത്തിൽ വായിക്കാനുള്ള സമയത്ത്. ഇവിടെ എന്നിട്ട് വായിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഇതിലൂടെ കൂടെ നമ്മുടെ റീറ്റെയിനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, നമ്മൾ അടിക്കടിക്ക് റീറ്റെയിനിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അത് റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് ഗ്രാഹക സാമർഥ്യം എന്ന് പറയുന്നത് ഒന്ന്, പിന്നെ അത് നിലനിർത്താനുള്ള സാമർഥ്യം എന്ന് പറയുന്നത് 2. ഇതിനെയാണ് മേധാധൃതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, നമ്മൾ മേധാദൃഷ്ടിർ ധൃതിർ എന്നൊക്കെ പറഞ്ഞല്ലോ, ബുദ്ധി ഹ്രീഹി തുടങ്ങിയിട്ടുള്ള പല വാക്കുകൾ നമ്മൾ ഐതരേയോപനിഷത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്രഹണ സാമർഥ്യം, ഒന്ന് അതായത് കേട്ടാൽ അപ്പോൾ തന്നെ മനസ്സിലാകുന്നു. പിന്നെ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാമർഥ്യം. ഇനി കേട്ട കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നുണ്ട്, പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ സ്മൃതി അങ്ങോട്ട് വേണ്ട വിധത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. കേട്ട കാര്യങ്ങൾ കേട്ടെന്ന് പോലും ഓർമ്മയില്ല, ഇത് എനിക്ക് മുമ്പ് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ആ ധാരണാശേഷിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ധൃതിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ധൃതി എന്ന് പറയുന്നത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ധൃതിയുടെ മേഖലയിലും സ്മൃതിയുടെ മേഖലയിലും പ്രാക്ടീസ് വേണം. അപ്പോൾ ധൃതിയുടെ മേഖലയിൽ പ്രാക്ടീസ് വരണമെന്നുണ്ടെങ്കിൽ അതിനാണ് ആവർത്തനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് ബുദ്ധി ഗ്രഹിച്ചതുപോലെ, അത് അവിടെ നമുക്ക് ധിയാണ്. അപ്പം ധീ ധരിച്ചതുപോലെ എന്ന് നമുക്ക് തോന്നും, കിട്ടിയതുപോലെ തോന്നും. പിന്നെ ഉടൻ തന്നെ അടുത്തതിലേക്ക് പോയി കഴിയുമ്പോൾ ഈ കിട്ടിയതിനെ സംരക്ഷിക്കുവാൻ വേണ്ടുന്ന സമയം ബുദ്ധിക്ക് കിട്ടാതെ പോകുന്നു. അത് കാരണം ധൃതിയിലേക്ക് മാറ്റപ്പെടുവാൻ അതിനുള്ള സാധ്യത കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് വരാതിരിക്കാനാണ് നമുക്ക് ഈ ഉപനിഷത്തിന്റെ പഠനം, അല്ലെങ്കിൽ വൈദിക പഠനം എന്ന് പറയുന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അവിടുത്തെ പഠനം. അപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് അവിടെ സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. സ്വാധ്യായം പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യൽ. സ്വാധ്യായം പഠിക്കലും പഠിപ്പിക്കലും എന്നൊരർത്ഥം പ്രവചനത്തിനുണ്ട്. അതേമാതിരി തന്നെ ആവർത്തിക്കലും. അതിപ്പോൾ മറ്റാരും പഠിപ്പിക്കാനില്ലെന്നുണ്ടെങ്കിലും നമുക്കുടൻ തന്നെ അത് നമ്മൾ തന്നെ സ്വയം പഠിച്ചത് തന്നെ വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കലും പറഞ്ഞുകൊണ്ടിരിക്കലും പഠിപ്പിച്ചുകൊണ്ടിരിക്കലും എല്ലാം അതിൽപ്പെട്ടു. സ്വാധ്യായ പ്രവചനാഭ്യാം ന
അപ്രമത്തിതവ്യ, അത് തെറ്റുവരുത്തരുതെന്നാണ് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഈ ധൃതി എന്ന് പറയുന്നതിന്റെ ശേഷി വർദ്ധിപ്പിക്കാം. ധൃതിയുടെ ശേഷി വർദ്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് റീറ്റെയിനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ റീറ്റെയിനിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ നമുക്കറിയാം, എനിക്കറിയാം എന്നറിയാം. അപ്പൊ എനിക്കറിയാം എന്ന് പറയുമ്പോൾ അവിടെ ഉറപ്പായിട്ടറിയാം, എനിക്കറിയാം. പക്ഷെ ഞാനിത് എവിടെ കൊണ്ടാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ നമ്മുടെ മെമ്മറി എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടറിലെ മെമ്മറി പോലെ ഒരു സാധനമാണ്. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്താണെന്നുണ്ടെങ്കിൽ മെമ്മറി അറയിലാണെങ്കിൽ ഈ സാധനങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നൊരു പോയിന്റർ വേണമല്ലോ. അതായത് എന്തിനോടെങ്കിലും ഒന്ന് സംബന്ധിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ അവിടെ നിന്നും ഇതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എടുക്കാൻ പറ്റുന്ന തരത്തിൽ സംബന്ധിപ്പിച്ച് വെക്കാനുള്ളൊരു സാമർഥ്യം വേണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ന്യായം തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് അവിടെ വേണ്ടി വരുന്നത്. അപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ വിഷ്ണു സഹസ്രനാമം കാണാതെ ചൊല്ലുന്നവർ, അല്ലെങ്കിൽ ദേവീ സഹസ്രനാമം കാണാതെ ചൊല്ലുന്നവർ, അപ്പോൾ ഉടൻ തന്നെ വിശ്വം വിഷ്ണു വഷട്കാരോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭൂതഭവ്യഭവത് പ്രഭു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ട് ഒരു വാക്ക് മറന്നു പോയാൽ പിന്നെ തുടങ്ങാൻ പറ്റുന്നില്ല. അവിടെ വെച്ച് അതിന്റെ ബാക്കി തുടങ്ങാൻ പറ്റുന്നില്ല. പകരം വീണ്ടും അവർക്ക് വിശ്വം വിഷ്ണു വർഷക്കാരോയിലോട്ട് പോകേണ്ടി വരുന്നു. കാരണം പോയിന്റർ നഷ്ടപ്പെട്ടു. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് അവർക്ക് ആകെപ്പാടെ മുഴുവൻ വിഷ്ണു സഹസ്രനാമത്തിനും കൂടി ഒരു പോയിന്ററേ ഉള്ളൂ. അങ്ങനെ ആവരുത്. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാക്കും എടുക്കുന്നു. മൊത്തം ശ്ലോകങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ സംബന്ധത്തോടൊപ്പം ഓരോ വാക്കുകൾക്കും കൂടെ സംബന്ധം കൊടുത്ത് പോകുമ്പോൾ ഒരു വാക്ക് കഴിഞ്ഞാൽ ആ വാക്കിന് ശേഷം അടുത്ത വാക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തക്കരത്തിൽ വരണം. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് നമ്മൾ ഈ ജഡ എന്നൊക്കെ പറഞ്ഞിട്ട്, ഘനപാഠം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇതിനകത്തൊക്കെ ഈ ശാവാസ്യത്തിൻ്റെയും അതേമാതിരി ശർമാജി ഒരു ദിവസം വേണമെങ്കിൽ ശർമാജി ജപിച്ചിരുന്നു തോന്നില്ല അല്ലേ? ഈ എന്തിൻ്റെ ആയിരുന്നു, ഗായത്രിയുടെ ഉണ്ട് അല്ലേ? ഗായത്രി എന്തിൻ്റെയൊക്കെ ഉണ്ട്, ഈ ഗണപതിയുടെ മന്ത്രമുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ആവർത്തിച്ച് ഇത് പഠിക്കുന്നു. അപ്പോൾ ഇതാണ് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു തള്ളി പോയി കഴിയുമ്പോൾ അവസാനം വായിച്ച പുസ്തകത്തിൻ്റെ പേര് പോലും ഓർക്കാൻ പറ്റാതെ പോകുന്ന തരത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ്. നമ്മളുമൊക്കെ എല്ലാം അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുറ്റവും കുറവുമല്ല നമുക്ക്. പക്ഷേ അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് വൈദിക രീതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഉടൻ തന്നെ അതിനകത്തുനിന്ന് മാറ്റണമെന്നല്ല പറഞ്ഞത്. മറ്റിടത്താണെന്നുണ്ടെങ്കിൽ അധികം പഠിക്കാൻ സമ്മതിക്കാതിരിക്കലുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് സിലബസിനെ അതിക്രമിച്ച് പഠിക്കരുതേ മക്കളെ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ അവിടെ അതുമാത്രമേ പഠിക്കാവൂ. അപ്പുറത്തേക്ക് കടന്ന് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനാകും. മാർക്കല്ലേ കിട്ടേണ്ടത്, 100 കിട്ടേണ്ടത്, 100 കിട്ടേണ്ടതിന് പകരം 500 മേടിക്കാനുള്ള അറിവ് മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എന്ന് പറയുന്നത് തക്ക സമയത്ത് വരുമ്പോൾ ഇതിനകത്ത് ഈ ബുദ്ധിയിലെല്ലാം കൂടെ കടന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഏത് വേണം എന്ന് പറഞ്ഞാൽ സംശയത്തിലേക്ക് വരും. അങ്ങനെയുള്ള സംശയത്തിന് പോകുന്ന സ്ഥിതിയിലേക്ക് വരുത്തരുത്. അപ്പോൾ സമഗ്രീവ ശിരശരീര അത്യാശ്രമസ്ഥ, അപ്പോൾ ആശ്രമങ്ങളെ അതിക്രമിച്ചവനായിക്കൊണ്ട്, അത്യാശ്രമസ്ഥവും അതേമാതിരി സന്യാസവും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അത്യാശ്രമസ്ഥ സകലേന്ദ്രിയാണി നിരുദ്ധ്യ, സർവ്വേന്ദ്രിയങ്ങളെ നിരോധിച്ചിട്ട് ഭക്തിയാ സ്വഗുരും പ്രണമ്യ, ഭക്തിയോടുകൂടി സ്വരുഗുരുവിനെ പ്രണമിച്ചിട്ട് പിന്നീട് ഇപ്രകാരം ധ്യാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനത്തെക്കുറിച്ച് തന്നിരിക്കുന്നു. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.